ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ പള്ളിയിൽ മഹത്തായ ലക്ഷ്യത്തിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തുവരുമാറാവട്ടെ. ളാഹിറും ബാത്തിനും മാനസികവും ശാരീരികമായ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ മഹലായ പതിലൂടെ നമ്മയും അഹ്ലുകാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മ നിർവഹണത്തിന് പോകാൻ വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുക്കത്തിൻ്റെ തുടക്കമാണ്, തയ്യാറെടുപ്പിൻ്റെ ആദ്യഘട്ടമാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്, അതിനുള്ള ഒരു വേദിയുടെ ഉദ്ഘാടന കർമ്മമാണ് ക്ലാസ് ആരംഭിക്കുക എന്നുള്ളത്. ഇന്നലെ നാം ദുആ ചെയ്ത് തുടങ്ങിവെച്ച ഇനി ഓരോ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. രണ്ടക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ തന്നെ അർത്ഥവ്യാപ്തിയിൽ വളരെ വിശാലമായി കിടക്കുന്ന ഒരു മഹത്തായ കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക വളരെ നിർബന്ധമാണ് അതിന് പോകുന്ന ആളുകൾക്ക്. ഏതൊരു വിഷയവും അതിലേക്ക് ഇറങ്ങുമ്പോഴാണല്ലോ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഭൗതികമായ പ്രശ്നങ്ങളാവട്ടെ പാരത്രികമായ പ്രശ്നങ്ങളാവട്ടെ അതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആ കാര്യം നമുക്ക് നിർബന്ധമാകുന്നത്. എന്നാൽ ഹജ്ജ് എന്നുള്ള വിഷയം എത്ര അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലും പിന്നെയും പല ഭാഗങ്ങളിലായിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത സംശയാർഹമായ കാര്യങ്ങൾ പിന്നെയും ബാക്കി കിടക്കുന്നു. ഒരു പക്ഷേ അധികം ആളുകൾക്കും ഹജ്ജിന് പോയ സാധാരണക്കാരായ ആളുകൾക്ക് അത് ഒരു വലിയൊരു വിഷയമായിട്ട് തോന്നുകയില്ല. സാറിൽ നമുക്ക് ഹജ്ജിന് പോവല്ലേ, എത്ര ആളുകൾ പോയി കയറുന്നുണ്ട്, അവിടെ ചെന്നാലും തന്നെ വലിയൊരു ഭാരമായിട്ട് തോന്നുകയില്ല. അധികവും അങ്ങനെ തോന്നാത്തത് ഒരു ഉത്തരവാദിത്വത്തോടു കൂടെ പോവാത്ത ആളുകൾക്കാണ് തോന്നുക. കാര്യമായ ഒരു സംഘത്തിൻ്റെയോ നേതൃത്വത്തിൻ്റെയോ കസ്റ്റഡിയിലായി പോകുന്ന ആളുകൾക്ക് ഇതൊരു വലിയൊരു വിഷയമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ പല പ്രാവശ്യവും പോകാനുള്ള സൗകര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച ആളുകൾക്ക് തന്നെ ഇപ്പോഴും അത് സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചാൽ ഒരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ പറയാനോ അറിയാനോ കഴിയാതെ അങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് കുറച്ച് പൈസയും സൗകര്യവും ശാരീരികമായ കുറച്ച് ആരോഗ്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് സാരമുള്ള ഒരു കാര്യമല്ല. അതാണല്ലോ ഇത്രയും വൈകാൻ കാരണം. നമുക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി സാരമുള്ള പ്രശ്നമല്ലല്ലോ. ഒരു മാസം അല്ലെങ്കിൽ 10 ദിവസമോ 20 ദിവസമൊക്കെ പോയാൽ കാര്യങ്ങൾ നടത്തി പോരാകുന്ന ഒരു വിഷയമല്ലേ. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ കണ്ട് വെറും സമ്പത്തോ ശരീരമോ ചെലവഴിച്ചാൽ അതിന്റെ പിന്നിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഏറ്റവും വലിയൊരു പരാജയവും അതുവരെ ജീവിച്ചതും ഇനി ജീവിക്കാനുള്ളത് മുഴുവൻ നഷ്ടത്തിലേക്കാണ്.
അതിനെക്കുറിച്ച് മനസ്സിലാക്കി പോകുന്ന ആളുകൾക്ക് മാത്രമേ അതിൻ്റെ മഹത്തായ ലക്ഷ്യത്തിലേക്ക് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്, ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷ്യം പരലോകത്തേക്കുള്ള ജീവിതമാണ്. ജീവിതത്തിന്റെ ഒന്നാമത്തെ തുടക്കം ഘട്ടം അതാ മരണമാണ്. അതിന്റെ ശേഷം അനുഭവിക്കേണ്ട കാര്യങ്ങൾ, അതാണ് ശാശ്വതമായിരിക്കുന്ന അനുഭവങ്ങൾ. ആ ജീവിതത്തിൽ മുസ്ലിമിന്റെ ലക്ഷ്യം എന്താ? സ്വർഗീയമായ ജീവിതമാകുന്നു. വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വഉതൂ ബിഹി മുതശാബിഹാ വലഹും അസ്വാജും മുതഹ്ഹറത്തുൻ. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറയാൻ ഏൽപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയെ പറയണം. ആരോട് പറയണം? സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളോട് പറയണം. സത്യവിശ്വാസം മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. വഅമിലുസ് സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുന്നവരും കൂടി ആവണം. മുസ്ലിമാന്ന് പറഞ്ഞത് കൊണ്ടായില്ല. എല്ലാം എനിക്കറിയാം, എനിക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട്, എനിക്കത് ബോധ്യമാണ്, ഉറപ്പാണെന്ന് പറ്റുകയില്ല. വഅമിലുസ് സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് പറയണം. എന്ത് പറയണം? അന്നലഹും ജന്നാത്തിൻ തജ്രി, അവർ പ്രതീക്ഷിക്കുന്നതായ, അവർ ആഗ്രഹിക്കുന്നതായ, അവർ വളരെയധികം ആശ വെക്കുന്നതായ സ്വർഗീയമായ ജീവിതം അവർക്കുണ്ട്. എങ്ങനത്തെ സ്വർഗമാണ്? ഒരു മനുഷ്യ ജീവിതത്തിൽ ഭൗതികമായ ജീവിതമാണല്ലോ ഒന്നാമത്തെ ഘട്ടം. അതിൽ ഏറ്റവും മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായത് വെള്ളമാണ്. വെള്ളത്തിന്റെ തുടക്കമാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ. മണ്ണ് മാത്രമല്ല, വെള്ളത്തോട് ചേർന്നതായിരിക്കുന്ന ഒരു ജീവിതമാണ് തുടങ്ങി വെച്ചതെങ്കിൽ അതവർക്ക് ഉണ്ടാകുന്നതാണ്. തന്നെയുമല്ല, ആ സ്വർഗീയമായ ഭക്ഷണങ്ങൾ അവർക്ക് നൽകപ്പെടുകയും ചെയ്യും. അതാണല്ലോ ഒരു പ്രതീക്ഷ. ഇത് മുഅ്മിനീങ്ങളോട് പറയണം. അവർക്കത് ആഗ്രഹമുള്ള കാര്യമാണല്ലോ. അത് പരിശുദ്ധമായ ഹജ്ജ് കൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനം മഹാനായ നിബിതങ്ങൾ മുഖേന നമുക്ക് കിട്ടി. അത് വലിയൊരു ഒരു പ്രതീക്ഷയാണല്ലോ. അത് കിട്ടണമെങ്കിൽ എന്താവണം? ഈ വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെടാൻ ഇത് പഠിച്ച് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തുകൊണ്ടേ പറ്റുകയുള്ളൂ, അല്ലാതെ കഴിയുകയില്ല. നമ്മൾ പലരും മനസ്സിലാക്കിയത് പോലല്ല കാര്യമുള്ളത്. എന്നാൽ അതിന് സൗകര്യങ്ങളോ ഇല്ലാത്ത മനുഷ്യനൊക്കെ ഹജ്ജ് നിർബന്ധമായിട്ടില്ല. അവന്റെ ഭാഷയിൽ, അള്ളാഹുവിന്റെ ഭാഷയിലല്ല, അവന്റെ ഭാഷയിൽ അത് സൗകര്യമാകുമ്പോൾ പോയാൽ മതി. അവിടെ ആളില്ലാത്ത ഒരു കുറവുമില്ല. ഇഷ്ടംപോലെ ആയിരക്കണക്കായ ലക്ഷക്കണക്കായിരിക്കുന്ന ആളുകൾ എല്ലാ വർഷങ്ങളും, ഏറ്റവും ചുരുങ്ങിയത് എല്ലാ വർഷങ്ങളും 6 ലക്ഷം ആളുകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമാണ്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ലല്ലോ ഇപ്പോഴുള്ളത്. ഇതിനേക്കാൾ എത്രയുണ്ട്. ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ ശരീഫിലെ ഉംറയുടെ കണക്ക് തന്നെ 20 ലക്ഷത്തിന്റെ പുറത്താണ്. എങ്ങനെ? അവർ അംഗീകൃത കണക്കുകൾ, സൗദിയിൽ നിന്ന് വരുന്ന ആളുകളുടെ കണക്കുകളല്ല. അപ്പൊ ആളില്ലാത്തൊരു കുറവ് അവിടെ ഇല്ല. നമ്മൾ എത്താത്തത് കൊണ്ട് ഇനിയിപ്പോൾ അത് കാര്യങ്ങൾ വീഴ്ചയാവുന്നു, അതേപറ്റി ഒന്നും ഭയപ്പെടാനില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ അജിന് പോകാത്തത് കൊണ്ട് കുടുംബ പരാജയം ഉണ്ടാകും ഉണ്ടാവുകയില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൽ യമുത്ത് യഹൂദിയൻ ഔ നസ്രാനിയൻ, അവന്റെ അവസാനത്തതായിരിക്കുന്ന അന്ത്യം കുറിക്കുന്നത് ഈ ലോകത്ത് ഏറ്റവും ശപിക്കപ്പെട്ടതായിരിക്കുന്ന യഹൂദിയായിട്ടോ നസാറയായിട്ടോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിന് പേടിക്കപ്പെടേണ്ട ഒരു കാര്യമാണല്ലോ നമ്മെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതവും നിർബന്ധമായ കാര്യമാണ്. അത് നിർബന്ധമായ കാര്യമാണെന്ന് മനസ്സിലായിട്ടും കേട്ടിട്ടും അത് തിരിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ കൊണ്ടുപോയ പൈസയൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? നാശാക്കുക. എത്രയോ നല്ലതായിരിക്കുന്ന വില കൊടുത്താൽ കിട്ടാത്ത ആരോഗ്യം കൊണ്ടുപോയിട്ട് അത് ദിവസങ്ങളോളം അതിനെ ചെലവഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് അനുഭവിക്കാനുള്ളത്. നാളെ പരലോകത്തെ കാര്യം ഏറ്റവും വലിയ നഷ്ടവും പരാജയവുമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ കുറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ചിലപ്പോൾ അത് കഴിയും. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കെട്ടുക, ചുറ്റുക, നടക്കുക, നിൽക്കുക, വെട്ടുക, ഇങ്ങനെ 5 നിബന്ധനകളാണ്. കെട്ടുക എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടുക, ചുറ്റുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് എന്ന് പറയപ്പെടുന്ന പ്രദക്ഷിണം നടത്തുക, നടക്കുക എന്ന് പറഞ്ഞാൽ സഫാ മർവന്റെ അടിയിൽ നടക്കുക, 3ാമത്തെ ഫർദ്. പിന്നീട് നിൽക്കുക എന്നുള്ളത് അറഫയിൽ നിൽക്കുക, 5ാമത്തത് വെട്ടുക, മുടി നീക്കുക എന്നുള്ളതാണ്. ഈ 5-ലത് ഒതുങ്ങി. ഇത് പറയാനൊന്നും വലിയ സമയമൊന്നും വേണ്ട. മിനിറ്റുകളോ അല്ലെങ്കിൽ ചില്ലറ മണിക്കൂറുകളോ കൊണ്ടൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിലും മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പൂർണ്ണമായ മദ്ഹബ്, അദ്ദേഹത്തിന്റെ മാർഗം പൂർണ്ണമായി അവലംബിച്ചതായിരിക്കുന്ന ഇമാം മുഹയ്യിദ്ദീൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് സംബന്ധമായി ഒരു ഗ്രന്ഥം ക്രോഡീകരിച്ചു. ഏകദേശം അദ്ദേഹത്തിന് 46 വയസ്സ് പ്രായത്തിൻ്റെ ഉള്ളിലായി ഈ ഭൗതികമായിരിക്കുന്ന ലോകത്ത് അദ്ദേഹത്തിന്റെ സേവനം മുഴുവനും പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് മാത്രമല്ല,
അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പോലും സമയം അദ്ദേഹം കണ്ടെത്തിയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ അത്. അതിന് പോലും സമയം കണ്ടെത്തിയില്ല. 46ഓളം വരുന്ന ആധികാരികമായ ഇസ്ലാമിന്റെ ഷാഫി മദ്ഹബിലുള്ള ഗ്രന്ഥങ്ങൾ തന്നെ അദ്ദേഹം രചിച്ചു. അതിൽ ഒരുപാട് വലിയതായിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു ഗ്രന്ഥമാണ് ഈലാഹുൽ മനാസിക്. പരിശുദ്ധമായ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിശദമായ വിവരം ക്രോഡീകരിക്കപ്പെട്ടതായ ഒരു ഗ്രന്ഥം. അതിൽ അദ്ദേഹം ഹജ്ജിന്റെ പ്രധാനമായ പോയിന്റുകളിലേക്ക് നീങ്ങുന്നതിന്റെ മുമ്പ് ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുന്ന ആട് പെണ്ണ് ശ്രദ്ധിക്കാൻ വേണ്ടി 29 പോയിന്റുകൾ പറഞ്ഞിരിക്കുന്നു. ഹജ്ജിനങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ഹജ്ജിന്റെ നിയ്യത്താവുന്ന ഇഹ്റാമാവുന്ന കെട്ടുക എന്ന് പറയുന്ന കെട്ടലിലേക്ക് എത്തുന്നതിന് മുമ്പ് 29 പോയിന്റുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ അവന്റെ കെട്ടൽ സഹിയാവുകയുള്ളൂ. അഥവാ 4000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അബൂ ഖുബൈസ് അല്ലെങ്കിൽ ജബൽ ഖുബൈസ് എന്ന് പറയപ്പെടുന്ന പർവ്വതത്തിന്റെ മൂർദാവിൽ കയറി അദ്ദേഹത്തിനോട് ഹജ്ജിന് വേണ്ടി ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. സംഭവം വളരെ വിശാലമാണ്. എങ്കിലും അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽക്കാണ് ഈ ലോകത്ത് ഹജ്ജിന്റെ ഇന്ന് കാണുന്നതായിരിക്കുന്ന രൂപം മനുഷ്യനിൽ അർപ്പിതമായിട്ടുള്ളത്. ഹജ്ജ് എന്നുള്ളത് ആദം നബി അലൈഹിസ്സലാം മുതലൊക്കെ ഹജ്ജുണ്ട്. ഇന്ത്യ രാജ്യത്ത് സിലോൺ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം 40 പ്രാവശ്യം മാഷിയൻ അലാ ഖദമൈഹി സ്വയമായ കാലിന്റെ സഹായത്തോടുകൂടെ ഇന്നത്തെ പോലെയുള്ള അന്തരീക്ഷത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലെയിൻ സൗകര്യങ്ങളോ അതല്ലെങ്കിൽ മരുഭൂമിയിലൂടെ ഓടുന്നതായിരിക്കുന്ന ബസ്സുകളോ അതല്ലെങ്കിൽ കടലിന്റെ തിരമാലകൾ കീറിക്കടന്ന് ഓടിപ്പോകുന്നതായ കപ്പൽ സൗകര്യങ്ങളൊന്നും പ്രായോഗികമല്ല. വസ്തുക്കളെല്ലാം ഉണ്ടെങ്കിലും അത് പ്രായോഗികമല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു 40 പ്രാവശ്യം കാലിന്റെ സഹായത്തോടുകൂടെ നടന്നിട്ട് മഹാനായിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാം ഹജ്ജ് ചെയ്തു. അത് ഏത് രൂപത്തിൽ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ളത്. അത് മുഴുവനും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. തവാഫ് മാത്രമായിരുന്നോ അതല്ല ബാക്കിയുള്ള അമലുകൾ ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചൊന്നും പ്രത്യേകമായ അറിയിപ്പുകളോ പരിചയങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് നിർവഹിച്ചു. ലോകത്ത് മനുഷ്യരിൽ ഉത്കൃഷ്ടരായിരിക്കുന്ന ആളുകളും മാന്യന്മാരും മഹാന്മാരുമാകുന്ന ഈ ലോകത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നിയുക്തരാക്കിയ ആളുകളാണ് പ്രവാചകന്മാർ. അവർക്ക് മലായിക്കത്തിനേക്കാണ് വലിയ മഹത്വങ്ങളും വലിയതായിരിക്കുന്ന സ്ഥാനങ്ങളും അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. അവർ നിർവഹിച്ചതായിരിക്കുന്ന ഒരു പ്രധാനമായ ഒരു അമല് ഹജ്ജിന്റെ രൂപം. അതിൽ നിന്ന് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത പ്രവർത്തനമാണ് ഇന്ന് നാം ചെയ്യുന്നത്. അതിൽ യാതൊരു കുറവുകളുമില്ല, എല്ലാം അതിലുണ്ട്. ആ പ്രവാചകന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് ഈ വിഷയത്തിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി മഹാന്മാർ ചില കാരണങ്ങളെല്ലാം പറയുന്നുണ്ട്. ചെറിയ പോയിന്റുകളൊക്കെ മനസ്സിലാക്കിയാൽ ആ വിഷയവുമായി നമുക്ക് ബന്ധപ്പെടാൻ കുറച്ചും കൂടി ആവേശമുണ്ടാവാൻ നല്ലതാണല്ലോ. ഏതൊരു കാര്യവും അതിന്റെ വിഷയത്തിന്റെ ഗൗരവം പോലെയുമാണ് അതുമായി ബന്ധപ്പെടുന്നത്. ഗൾഫ് നാട്ടിൽ നമ്മളെ എത്താൻ വേണ്ടി നമ്മെ പ്രേരിപ്പിച്ചത് ഈ നാട്ടിലുള്ളതായിരിക്കുന്ന കാലാവസ്ഥകളല്ല, ഇവിടെയുള്ള ക്ലൈമറ്റുകളല്ല. ഇവിടെ ശക്തിയായ ചൂട് കാലത്ത് അസഹ്യമായ ചൂടാണ് ഉള്ളത്. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നല്ല എയർ കണ്ടീഷനുകൾ ഇവിടെ ഉണ്ട്. ഇതൊന്നും നമ്മുടെ ചിന്തയിൽ നേരത്തെ ഇല്ല, അത് നമുക്ക് താല്പര്യം അതിലില്ല. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ നിർബന്ധിതരായി. തണുപ്പ് കാലത്ത് ശക്തിയായിരിക്കുന്ന തണുവുണ്ട്, എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഹീറ്ററുകളും മറ്റു സൗകര്യങ്ങളും അതുപോലെ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. എന്നാൽ അതൊന്നുമല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധുക്കളായിരിക്കുന്ന നമ്മയെ പെറ്റു വളർന്നതായ നാടിൽ നിന്ന് പെറ്റുപോറ്റിയതായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു, സ്വന്തമായ ഭാര്യമാരെയും ഒടുവിൽ ജനിച്ചതായ സന്താനങ്ങളെയും ഉപേക്ഷിച്ചു. എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കുന്ന ഒരു ചെറിയൊരു വീട്ടിൽ പോലും താമസിക്കാൻ സൗകര്യമില്ല. നമ്മുടെ വീടുകൾ നമ്മുടെ വളപ്പിലും അതുപോലെ തന്നെ ഭൂമിയിലൊക്കെ ഉണ്ടാക്കിയതായ കൃഷികൾ അതിന്റെ പഴങ്ങൾ തിന്നാൻ നമുക്ക് സമയങ്ങൾ ഇതുവരെയൊക്കെ കിട്ടാത്തവരും ഉണ്ടാവാം. ആ കാലത്ത് നമ്മൾ ഇവിടെ ആയിരിക്കാം, നമുക്കൊണ്ട് കിട്ടുകയില്ല. ഇങ്ങനെ ഒരുപാട് നന്മകളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ ഗൾഫ് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പാടുകൾ, പലരും പല നിലക്കുള്ള ജീവിതങ്ങളാണ്, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ചില ആളുകൾക്ക് എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും പ്രയാസങ്ങളാണ്, വലിയ പ്രയാസം. സന്തോഷമാണ് അൽഹംദുലില്ലാഹ്, യാതൊരു പ്രശ്നം എനിക്കില്ല എന്ന് പറയുന്ന ആളുകൾ 99 ആളുകളും അത് പറയാത്തവരാ. വളരെ 1% ആളുകൾ അൽഹംദുലില്ലാഹ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷമാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ല. അത്രമാത്രം പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വരാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ഇവിടെയുള്ളതായ ഈ പൈസയുടെ മൂല്യമാണ്.
ഇതിന് മൂല്യമില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ 100ക്ക് 100 തന്നെയാണ് ഇവിടെ ഉള്ളതെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഒരു ആവശ്യം നമുക്കില്ല. കഷ്ടപ്പാടുകൾ ബാക്കിയാണ്. പല ആളുകൾക്കും പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് മൈനർ പാസ്പോർട്ട് എടുത്ത് അതിൽ വയസ്സുകളൊക്കെ കൂട്ടി എടുത്തിട്ട് ഇവിടെ എത്തി. ഇപ്പൊ വയസ്സൊക്കെ ആയിട്ട് പല്ലുകളൊക്കെ ഇളകി, പല്ലുമൊന്നും കടിച്ചു തിന്നാൻ കഴിയുന്നില്ല. ചിലവരെ പല്ലുകൾ വേണ്ട സ്ഥലത്ത് അണയിലുള്ള പല്ലുകളൊക്കെ പറഞ്ഞൊക്കെ കൊഴിഞ്ഞു പോയി. ചില ആളുകൾക്ക് കണ്ണിന്റെ കാഴ്ചകളിൽ പകുതി മുക്കാലും നഷ്ടപ്പെട്ടു പോയി. കാതിന് ശരിക്ക് കേൾവികളില്ല. അവിടെ കടച്ചിലും ഇവിടെ പൊരിച്ചിലും, തലവേദന, എല്ല് വേദന, പല്ല് വേദന, തൊലി ചുടുങ്ങല്, കളറ് മാറ്റങ്ങൾ പലതുമായിട്ടും ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകണം എന്നുള്ള ചിന്താഗതി വരുത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ എന്താ എന്റെ കൈ ഇങ്ങനെ കടയുന്നത്, അവർക്ക് എന്താ അവിടെ ഒരു വേദന, ഇത് ചിന്തിക്കുക. പാസ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ വയസ്സ് 3 ആയിട്ടുണ്ട്, വയസ്സ് ഏകദേശമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പാടുകൾ അതൊന്നും സാരല്ല. എന്നാലും വെള്ളം പിടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കുക. പിടിച്ചു തൂങ്ങിയിട്ട് എങ്ങനെയെങ്കിലും കടിച്ച് പിടിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുക, എവിടെന്നെങ്കിലും ഒന്ന് ഫിനിഷാകുമ്പോൾ അപ്പോഴും അതിന്റെ പിന്നില്ല. അതിങ്ങനെ ഊഹം ലൗഹിൽ എഴുതുന്നതിന്റെ മുമ്പായിട്ട് വേറെ വിസ മാറ്റാനുള്ള ശ്രമങ്ങൾ, അതിന് എമൗണ്ടുകൾ ചെലവാക്കിയിട്ട് ഇവിടെ തന്നെ പിടിച്ചു തൂങ്ങാൻ വേണ്ടി നാട്ടിൽ പോകണമെന്നില്ല. ഇതിന്റെ ഒക്കെ പ്രേരിപ്പിച്ച വസ്തു എന്ത്? അത് ചിന്തിക്കുമ്പോൾ ഈ ഒന്ന് മാത്രമാണ്. ഇവിടെ കിട്ടാവുന്ന ഒരു 100 ദിർഹംസ് ഇവിടെ കിട്ടിയാൽ നാട്ടിലേക്കുള്ള 1300 400 അല്ലെങ്കിൽ 1000 ഉറുപ്യ, അൽഹംദുലില്ലാഹ് നാട്ടിൽ ചെന്നാൽ 100 കിട്ടിയാൽ 100 തന്നെയാണ്. ഇവിടെ കിട്ടുന്ന 100 കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്താം. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിൽ ഇവിടെ നമ്മളെ കഷ്ടപ്പാടുകൾ മുഴുവനും സഹിച്ചിട്ട് അതൊന്നും നിസ്സാരമായി സാരമില്ലാതെ നിർത്താൻ വേണ്ടി നമ്മെ നിർബന്ധിച്ചതായ വസ്തു ഇതല്ലാതെ വേറെന്താ ഇവിടെ ഉള്ളത്? അറബി രാജ്യമായതുകൊണ്ടോ? നമ്മൾ അറബികളുടെ മുതൽ തിന്നിട്ട് അറബികളെ ചീത്തറയാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. അവരുടെ മുതൽ തിന്ന് അവരെ നാട്ടിൽ വന്നിട്ട് അറബികളെ ചീത്ത പറയാൻ പാടില്ല. ഞാൻ സന്ദർഭത്തിന് വേണ്ടി പറയുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസുബ്ബുൽ അറബ്, നിങ്ങൾ അറബികളെ ചീത്ത പറയരുത്. ഫഇന്നി അറബിയുൻ വൽ ഖുർആനു അറബിയുൻ വലുഗത്തു അഹ്ലിൽ ജന്നത്തി അറബിയുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ ഭാഷ പരിഗണിച്ചുകൊണ്ട് നിങ്ങളെ ചീത്ത പറഞ്ഞാൽ വലിയ അപകടമാണ്. എന്തുകൊണ്ട്? ഫഇന്നി അറബിയുൻ, ഞാൻ അറബിയാണ്, എന്റെ അനുയായികളാണ് നിങ്ങൾ, ഞാനാണ് നിങ്ങളുടെ വിജയത്തിന്റെ മാനദണ്ഡം, നിങ്ങൾ ചീത്ത പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഓഹരി എന്നിലേക്ക് എത്തും, അത് നിങ്ങൾക്ക് നഷ്ടമാണ്. തന്നെയുമല്ല വൽ ഖുർആനു അറബിയുൻ, പരിശുദ്ധമായ ഖുർആൻ അറബി ഭാഷയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഖുർആൻ അറബിയ, അറബിയായ ഭാഷയാണ്. അപ്പൊ നിങ്ങളുടെ ചീത്തമാക്കിന്റെ ഓഹരി നിങ്ങൾ അറിയാതെ കണ്ടതിന് ബാധിച്ചു പോയാൽ നിങ്ങളുടെ ആദർശം പിഴച്ചു പോകുന്നു, നിങ്ങൾ ഇസ്ലാമില്ലാതെയായി പോകും. അതെല്ലാം അങ്ങനെ ഇരിക്കട്ടെ. മൂന്നാമതായി കൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതായോ ബശിരില്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി അലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, സത്യവിശ്വാസികളുടെ പ്രതീക്ഷ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഹബീബാ നബി നിങ്ങളോട് പഠിപ്പിച്ചതായ ഖുർആനിന്റെ ആദർശമാണ് സ്വർഗീയമായ ജീവിതം. അവിടെയുള്ള സംസാര ഭാഷ വലുഗത്തു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, അവിടെ നിങ്ങൾക്ക് അറബി ഭാഷയാണ്, പഠിക്കാത്തവനും അതാണ് സംസാരിക്കുന്നത്. അങ്ങോട്ട് എത്തിയാൽ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്നിട്ടായാലുമല്ല, നാട്ടിൽ പോയാലും വേണ്ടില്ല, ആ ഭാഷ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ അവരെ ആരും ഞാനും നിങ്ങൾ ഒന്നും തന്നെ പറയാൻ പാടുള്ളതല്ല. അത് നമുക്ക് നമ്മുടെ ഈമാനിന് ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഏതായിരുന്നാലും മഹാനായിരിക്കുന്ന സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പ്രവാചകന്മാരിൽ നിന്നും, അതിന്റെ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി, അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവ രീതി തനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ഈ വിഷയത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി അള്ളാഹു തആല അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അള്ളാഹു അദ്ദേഹത്തെ തീരുമാനിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം, വൈദിബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനിക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം, വൈദിബ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്ത്, ഒരുപാട് പരീക്ഷണങ്ങൾ, 1 2 3 10 ഒരുപാട് പരീക്ഷണങ്ങൾ. അത് ഏതൊക്കെയാണെന്നുള്ള വിശദീകരണം അവസരോചിതമായി ചിലപ്പോൾ പറയേണ്ടി വന്നാൽ നമുക്ക് പിന്നീട് പറയാം. അതിൽ ഏറ്റവും ഭയാനകരമായ അസഖ്യമായിരിക്കുന്ന ഒരു പരീക്ഷണമായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നുംറൂദ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയപ്പെടുന്ന ലോകം ഒട്ടാകെ അടക്കി ഭരിച്ച 4 രാജാക്കന്മാരിൽപ്പെട്ട ഒരു വലിയ കാഫിറായ മൂദേവിയായിരിക്കുന്ന, സത്യനിഷേധിയായിരിക്കുന്ന ഒരു അഹങ്കാരിയായ രാജാവായിരുന്നു നുംറൂദ് ലഅനത്തുല്ലാഹി അലൈഹി. ലോകം ഉദയാസ്തമാനം മുഴുവനും ഭരിച്ചത് 4 ആളുകളാണ്. അതിൽ നിന്ന് 2 കാഫിറുകളും 2 മുസ്ലിംകളുമാകുന്നു. അതിൽപ്പെട്ടതായ നുംറൂദിന്റെ കാര്യക്കാരനാണ് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അവരുടെ പല നിലക്കുള്ളതായ പ്രബോധനങ്ങളും പ്രതിവാദങ്ങളും വാദപ്രതിവാദങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ജനനം തന്നെ ആ കാലത്താണ്. അതിനുശേഷമുള്ള സംഭവങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഇവനുമായുള്ളതായ ആ കൂട്ടുജീവിതത്തിൽ
ഇവന്റെ ആ ആദർശത്തിന് ഒത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ജീവിക്കാൻ അദ്ദേഹത്തിന് ദൗത്യം അനുവദിച്ചില്ല. അള്ളാഹുവിന്റെ പ്രവാചകരാണല്ലോ, അള്ളാഹുവിന്റെ നിയമം അതിന് അനുകൂലമായില്ല. ഇങ്ങനെ വന്നപ്പോൾ അവന് സ്വാഭാവികമായി ദേഷ്യമുണ്ടാകുമല്ലോ. ഒരു നാട്ടിന്റെ നേതാവ്, അദ്ദേഹത്തിന് ഉൾക്കൊണ്ട ജനങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ഭരണീയർക്ക്, അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല, അതിനെതിരായ പ്രവർത്തനത്തിലാണ് കഴിഞ്ഞതെങ്കിൽ സ്വാഭാവികമായി എതിർപ്പുകൾ ഉണ്ടാവാം. എതിർപ്പുകൾ മാത്രമല്ല, ഒരുപാട് നിലക്കുള്ള മർദ്ദനങ്ങളും സംഭവിച്ചേക്കാം. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് ഒരുപാട് നിലക്കുള്ള അക്രമങ്ങളും അഴിമതികളും ആ നമ്രൂദിന്റെ ഭാഗത്തിൽ നിന്ന് വന്നു. അവസാനമായി കൊണ്ട് അതാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഏതെങ്കിലും വിധത്തിൽ കൊന്നുകളയാൻ വേണ്ടി പല പ്രവർത്തനങ്ങളും നടത്തി പരാജയപ്പെട്ടപ്പോൾ തീയിലിട്ട് കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാലേ ഇത് അവസാനിക്കുകയുള്ളൂ. കഥ അവസാനിക്കണമെങ്കിൽ അങ്ങനെ വേണം. അങ്ങനെ വലിയതായ ഒരു തീകുണ്ടാരം ഉണ്ടാക്കി അതിൽ എത്രയോ വിറകുകൾ, ഒരു മാസത്തോളം വരുന്ന വലിയ വിലപിടിപ്പുള്ളതായിരിക്കുന്ന പെട്ടെന്ന് വെണ്ണീറായി പോവാത്തതായ വിറകുകൾ കത്തിച്ചു ചാമ്പലാക്കിയിട്ട് ഇങ്ങനെ വലിയ ആ തീയിന്റെ ചുവപ്പ് കളറ് കറുപ്പ് കളറായി ശക്തിയായ ചൂട് കാരണമായി കറുത്തുപോയി. അതാ ഒരു മാസത്തെ ദൂരമുള്ള അന്തരീക്ഷത്തിലൂടെ കറങ്ങുന്ന പറവകൾ ഈ ചൂടിന്റെ കാഠിന്യം കൊണ്ട് കരിഞ്ഞുകൊണ്ട് ഈ തീയിലേക്ക് വീണിരുന്നു. ഇവന്റെ അനുയായികളാവുന്ന അക്രമികളും അതുപോലെ വീടുകളുള്ള സ്ത്രീകൾ മുഴുവനും എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കരിക്കാനുള്ളതായ കുഴിയിലേക്ക് വിറകുകൾ നേർച്ചയാക്കുന്ന ഒരു ആദർശവും അന്ധവിശ്വാസവുമായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മതപ്രബോധനത്തിന്റെ എല്ലാം വിഘ്നമായി അവസാനം തന്നെ പിടികൂടിയിട്ട് ആ തീ കുണ്ടാരത്തിലേക്ക് കൊണ്ടുപോയി എറിയുന്നു. അങ്ങനെ വലിയതായ അടുത്തൊന്നും കൊണ്ടുപോയി ഇടാൻ ആർക്കും കഴിയില്ല. വലിയതായ ഒരു വില്ലിൽ, തെറ്റുവില്ലിൽ അദ്ദേഹത്തെ കെട്ടിയിട്ട് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്വിച്ച് ബട്ടൺ അമർത്തിക്കൊണ്ട് അദ്ദേഹത്തെ അതിലേക്ക് എറിഞ്ഞുപോയി, ആ തീയിലേക്ക് എറിഞ്ഞുപോയി. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അത് സംബന്ധമായി സൂചിപ്പിക്കുകയാണ്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. അല്ലാഹു പറയാണ്, ഖുൽനാ, നാം പറഞ്ഞു, യാ നാർ, അല്ലയോ തീ, കൂനി, നീ ആവണം, ബർദൻ, നീ തണുപ്പാവണം. തണുപ്പാവുക എന്ന് പറഞ്ഞാൽ ചില അസഹ്യമായ തണുപ്പ് കൊണ്ട് മനുഷ്യൻ മരിച്ചു പോകുന്നു. നമ്മൾ പത്രങ്ങളിലും റേഡിയോകളിലൊക്കെ വാർത്തകൾ അറിയുന്നില്ലേ? വലിയതായ ശക്തിയായ തണുവ് കാരണമായി ആളുകൾ മരിച്ചുപോയി. എന്നാൽ അത്ര ശക്തിയായ തണുപ്പാവാൻ പാടുവോ? സലാമത്തോടു കൂടെയുള്ളതായിരിക്കുന്ന തണുപ്പാവണം, എയർ കണ്ടീഷൻ ആവണം. അദ്ദേഹത്തിന് സമാധാനവും സംരക്ഷണവും ആവണമെന്ന് പറയുകയാണ്. ആ സമയത്ത് എല്ലാവരും നോക്കി നിൽക്കുന്നു ഇബ്രാഹിം നബി കരിയുന്നത് കാണാൻ വേണ്ടി. പക്ഷെ ഒന്നുമാകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒന്നുമാകുന്നില്ല. എല്ലാ ഉടുവസ്ത്രങ്ങളും നൂലുബന്ധങ്ങളും നീക്കിയിട്ട് അദ്ദേഹത്തെ കരിക്കാൻ വേണ്ടി ആ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിലേക്ക് ഇട്ടപ്പോൾ ലക്ഷക്കണക്കായിരിക്കുന്ന ആളുകൾ കഥ കാണുവാൻ വേണ്ടി, ഈ അത്ഭുതകരമായ കാഴ്ച കണ്ട് രസിക്കാനും ഉല്ലസിക്കാനും വേണ്ടി ആ നമ്രൂദിന്റെ അനുയായികൾ ചുറ്റുഭാഗത്ത് ഒഴിഞ്ഞ ഭാഗത്തിൽ നിന്ന് ഉപകരണ മാധ്യമങ്ങളോടുകൂടെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒന്നും കേടുപാടുകൾ സംഭവിക്കാതെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തീയിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ മഹാനായ മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഓടി വന്ന് പറയുന്നു, അല്ലയോ ബഹുമാനപ്പെട്ടതായ ഇബ്രാഹിം നബിയെ, അള്ളാഹു എന്നെ കാറ്റ് കൊണ്ടേൽപ്പിക്കപ്പെട്ടതായ ഒരു മലക്കാണ് ഞാൻ. നിങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ ഈ തീയ മുഴുവനും കാറ്റിൽ പരത്തിയിട്ട് ആ നമ്രൂദിനെയും അനുയായികളെയും കൊന്നുകളയാൻ വേണ്ടി അള്ളാഹു സമ്മതിച്ചു, നിങ്ങളുടെ അനുമതി വേണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നു, അമ്മാ ഇലൈക ഫലാ, നിങ്ങളോട് എനിക്കൊരു പരാതിയും പറയാനില്ല. നിങ്ങൾ എങ്ങോട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല, ഒരു വേജാറും വിഷമവും എനിക്ക് നിങ്ങളോട് പറയാനില്ല. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പറയുന്നു, ഇവിടെ ഏറ്റവും വലിയതായ പർവ്വതങ്ങൾ കൊണ്ടിട്ട് ഈ തീ മുഴുവനും കെടുത്തിക്കളയാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, നിങ്ങൾക്ക് അനുമതിയുണ്ടോ? അമ്മായിലേക്ക് ഫല, നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. എന്നെ ഈ തീ കുണ്ടാരത്തിലേക്ക് എത്തിച്ചതായിരിക്കുന്ന എന്റെ രക്ഷിതാവ് അവൻ എനിക്ക് എല്ലാം മതിയായവനാണ്, നിങ്ങളോട് എനിക്കൊരു പരാതിയും എന്നോട് പറയാനില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് വലിയ സന്തോഷവാനായി. ഇബ്രാഹിം. ശത്രുക്കളുടെ പരിപാടികളും ഉദ്ദേശങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ചതിക്കലായിരുന്നു, അദ്ദേഹത്തിനെ നശിപ്പിക്കലായിരുന്നു, അക്രമപരമായി നശിപ്പിക്കലായിരുന്നു. അവരെ മുഴുവനും നാം ഒന്നുമല്ലാതെയാക്കി, പരാജയപ്പെടുത്തി. ആ പ്രതീക്ഷകളും മുഴുവൻ തകർക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ വന്നപ്പോൾ ഇബ്രാഹിം നബി ആരോടും പരാതി പറയാൻ പോയില്ല, അതെല്ലാം ക്ഷമിച്ചു, ഒരു പ്രശ്നവും ഉണ്ടായില്ല. അള്ളാഹുവിന് വേണ്ടി ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ, അവന്റെ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു. അദ്ദേഹം ഒരു യാത്രയിൽ ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനമായ ഒരു ഭാര്യയാണല്ലോ സാറാ ബീവി റളിയല്ലാഹു അൻഹാ.
സാറാ ബീവിയോടുകൂടെ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ മിസ്ർ നാട്ടിലൂടെ വരുമ്പോൾ അന്ന് മിസ്റിലുണ്ടായിരുന്ന അക്രമിയായിരിക്കുന്ന രാജാവ് ആ നാട്ടിലൂടെ അതിഥികളായി വരുന്നതായ ആരെല്ലാം ഉണ്ട് ഫാമിലിയായിട്ട് വരുന്നതെങ്കിൽ അവരുടേതായിരിക്കുന്ന ആ പുരുഷന്മാരിലും ഭാര്യമാരെ തട്ടിയെടുത്തുകൊണ്ട് അക്രമത്തിനും ബലാത്കാരമായ തോന്നിവാസങ്ങൾക്ക് വിധേയമാക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി ഇസ്ലാമും സാറാ ബീവിയും കൂടി വരുമ്പോൾ സാറാ ബീവിയെ തട്ടിയെടുത്തുകൊണ്ട് അക്രമത്തിന് കൊണ്ടുപോയപ്പോൾ അവന്റെ ലക്ഷ്യങ്ങളൊന്നും സഫലീകരിക്കാൻ കഴിയാതെ കണ്ട് തളർന്നുപോയി. അവൻ ആകെ ക്ഷീണിച്ചു അബോധാവസ്ഥയിലായി പോയി. വീണ്ടും ഓർമ്മ വന്നു അവന്റെ ഉദ്ദേശങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും തളരുകയാണ്. അവസാനമായി അവിടെ നിന്നുണ്ടായിരുന്ന നല്ലതായി തോന്നുന്ന ആളുകളൊക്കെ പറഞ്ഞു, ഇതൊരു സാധാരണ മനുഷ്യന്മാരല്ല, അവരുമായി നിങ്ങൾ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അവൻ അവസാനമായി പരാജയപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് വിഷയങ്ങളെല്ലാം അന്വേഷിച്ചപ്പോൾ അവരേതോ നാട്ടുകാരായിരിക്കുന്ന യാത്രക്കാരാകുന്നു. അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൻ തോറ്റുപോയി. അവസാനം എന്ത് ചെയ്തു? ഇവർക്ക് അവൻ കീഴടങ്ങിയിട്ട് മഹദിയായ ഹാജറാ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയപ്പെടുന്ന അന്നത്തെ അവന്റെ അടിമ സ്ത്രീകളിൽപ്പെട്ടതായ ഒരു വെള്ളാട്ടിയാവുന്ന ഹാജറാ ബിയെ സംഭാവനയെ പാരിതോഷികമായി കൊടുത്തു എന്ന് ചരിത്രങ്ങളിൽ കാണുകയാണ്. അങ്ങനെ സ്വന്തമായ ഭാര്യനെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയപ്പോഴും അള്ളാഹുവിനോട് പറയുന്നത്, പടച്ചവനെ ഇന്നക തഅലമു ഹാലി വസിരി, എന്റെ രഹസ്യങ്ങളും എന്റെ ഹാലുകളും നീയുമായി മാത്രമാണുള്ളത്, എല്ലാം നീ അറിയുന്നവനാണ് പടച്ചവനെ. എന്റെ ലക്ഷ്യങ്ങൾ എന്റെ ഉദ്ദേശങ്ങൾ നീ അറിയുന്നവനാണ്. എന്നെ നീ മാനക്കേടിലാക്കല്ല തമ്പുരാനെ. എന്റെ ഭാര്യനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഞാനുമായി ബന്ധപ്പെടേണ്ട ഒരു ഭാര്യ നീ അന്യപുരുഷനുമായി സ്പർശനമുണ്ടാകുന്ന ഒരു ഗതികേടിൽ നീ ആക്കല്ലേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞു. അതിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഈ ലോകത്തിനൊരു മതിയായിരിക്കുന്ന നേതൃത്വത്തിന് മതിയായ ആളാണ്. നേതൃത്വം എപ്പോഴും എന്ത് വിഷയത്തിലും നന്നാവണം. നമ്മൾ സാധാരണ പറയാറില്ലേ, നാട്ട വളഞ്ഞാൽ നിഴലിന് ഓട്ടോമാറ്റിക്കായി വളവ് വന്നു. നാട്ട ശരിയാവണം. അതേ സമയത്ത് നാട്ടക്ക് വളവുണ്ടാകുമ്പോൾ അതിന്റെ ആ നാട്ടയോട് ബന്ധപ്പെടുന്ന നിഴലിന് അത് വളവ് സാധാരണ പതിവാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവുന്ന നാട്ട ശരിയായപ്പോ അള്ളാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. എല്ലാ പരീക്ഷണങ്ങളും ഫതമ്മഹുന്നാണ് അല്ല പറയുന്നത്. അത് മുഴുവനും തമാമാക്കി പൂർണ്ണമാക്കി, ഒന്നിലും ഒരു വീഴ്ചയില്ല എല്ലാ ഇടങ്ങളിലും. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. താടി വെക്കലും മീശ വളർത്തലും മാർക്കം കഴിക്കലുമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ വരാനുണ്ട്. അതെല്ലാം അവസരോചിതമായി നമുക്ക് ഉണർത്താം. അങ്ങനെ ആയപ്പോൾ അല്ല പറഞ്ഞു, നിങ്ങൾ ഇതിന് പറ്റിയ ഒരാളാ. നിങ്ങൾ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനോ അവരെ ഉപദേശിക്കാനോ അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നിങ്ങൾ നടപ്പിലാക്കും. നമ്മൾ പറയുന്നത് നമ്മൾ നടപ്പിലാക്കാതെ ജനങ്ങളെ അടിച്ചേൽപ്പിച്ചാൽ ഈ കാര്യം വിജയിക്കുകയില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെയാണ് പല നിലക്കുള്ള ശത്രുതകളും എതിർപ്പുകളും ഇതിന്റെ പിന്നിൽ സ്വാഭാവികമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ പറയാറില്ലേ, അയാൾ നമ്മളോട് ഇതൊക്കെ പറഞ്ഞ അയാൾ ചെയ്യുന്നില്ലല്ലോ, അയാൾ നമ്മയെ അടിച്ചേൽപ്പിക്കുകയാണ്, മൂപ്പർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ലേ. ആ സ്വഭാവം ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ ഇത് ശരിയല്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം യോഗ്യനാണെന്ന് മനസ്സിലായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. അള്ളാഹു പറയാണ്, ഇന്നി ജാഇലുക, നിങ്ങളെ ഞാൻ ആക്കി വെച്ചിരിക്കുകയാണ് ഇമാമാ, നിങ്ങൾ എല്ലാ ജനങ്ങൾക്കും സത്യമാർഗത്തിൽ പിന്തുടരപ്പെടാൻ പറ്റാവുന്ന ഒരു യോഗ്യനായ ഒരു ഇമാമാണ് നിങ്ങൾ. ഇമാം എന്ന് പറഞ്ഞാല് നമ്മുടെ മാതൃകാ പുരുഷനാണ്, മുമ്പിൽ നിൽക്കുന്ന ആളാണ്. നിങ്ങൾ ചെയ്യുന്നതാണ് ബാക്കിയുള്ള ജനങ്ങളൊക്കെ ചെയ്യേണ്ടത്. നിസ്കരിക്കാൻ നിൽക്കുന്ന ഇമാം അല്ലാഹു അക്ബർ പറയുന്നതിന് മുമ്പ് മഅ്മൂം പറഞ്ഞാൽ അവനെ നിസ്കാരം സഹിയല്ല. ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞാൽ ഉടനെ നമ്മളും പറയുക. ഇമാമ ചെയ്തതിന്റെ ശേഷമാവുക. നമ്മൾ സാധാരണ നിസ്കാരത്തിലൊക്കെ ഇമാമ റുക്കുവിലേക്ക് പോകുന്നതിന്റെ പോലെ കറാഹത്താണ്, നല്ലതല്ല. നിസ്കാരം ബാത്തിലാണെന്ന് പോലും ഇമാമിങ്ങൾക്ക് അഭിപ്രായം. ഇമാം റുക്കുവിലേക്ക് പോയാൽ നമ്മൾ പോവുക. ഇമാം അവിടുന്ന് ഉയർന്നാൽ നമ്മൾ എത്തിദാലിലേക്ക് വരിക. ഇമാം സുജൂദിലേക്ക് എത്തിയതിന്റെ ശേഷമായി നമ്മൾ ഇവിടെ അങ്ങോട്ട് പോകാൻ വേണ്ടി ആരംഭിക്കുക. ഇങ്ങനെയാണ് നിയമങ്ങളൊക്കെ. നമുക്ക് തിരക്ക് പിടിച്ചിട്ട് ചിലപ്പോൾ ഇമാമുകൾ വരികയാണെങ്കിൽ മറ്റേ നമ്മളെ നടക്കാന്നുള്ള നിലക്ക് പോയിട്ട് നമ്മളവിടെ അങ്ങനെ കൂടും. അതൊന്നും ഇസ്ലാമികമായ ശരീഅത്തിന്റെ നിയമത്തിൽ പെട്ടതല്ല. അതൊക്കെ നമ്മുടെ സൗകര്യങ്ങളാണ്. അതിന്റെ പിന്നിലുള്ള വാഗ്ദാനങ്ങളൊന്നും വലിയൊരു പ്രതീക്ഷയും ഉണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. റഹ്മാനായ പടച്ചവൻ പറയുന്നു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിങ്ങൾ ലോകത്തിന് ലിന്നാസ്, ജനങ്ങളുടെ ഇമാമ്. ഈ ലോകത്ത് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ജനങ്ങൾ എന്നർത്ഥം. തോന്നിവാസമുള്ള ആളുകൾക്ക്, അക്രമവാദം ചെയ്യുന്ന ആളുകൾക്ക് ഇബ്രാഹിം നബി മാതൃക അല്ലല്ലോ. അപ്പൊ നല്ല ജനങ്ങൾക്ക് ഇമാമാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടച്ചവനോട് പറഞ്ഞു, പടച്ചവനെ ഇത്ര വലിയൊരു അനുകൂലം എനിക്ക് നീ ചെയ്തു തന്ന സ്ഥിതിക്ക് ഒമിൻ ദുരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്നും ഇതിന് യോഗ്യരായിരിക്കുന്ന ആളുകളെ നീ ഉണ്ടാക്കണം. എന്റെ കാലശേഷമായിട്ട് കുറെ നല്ലതായിരിക്കുന്ന സാലിഹ്യങ്ങളായ ആളുകളോട് ഉണ്ടാവണം. പ്രവാചകന്മാരും ഒരു അനുയായികളുമായി ഖിയാമത്ത് നാൾ വരെ ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖാലഫഹും.
ഇസ്ലാമിന് എത്ര ശക്തിയായ എതിർപ്പുകൾ ഉണ്ടായാലും അവരെ മറികടന്ന് അതിജീവിക്കുന്നതായ ഒരു ചെറിയതായ പോയിന്റെങ്കിലും സംഘമെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന ഒരു സ്വഭാവ രീതി എന്റെ സന്തതികൾ നീ വാർത്തെടുക്കണമെന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു പറയുന്നു ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. നിങ്ങളുടെ സന്താനങ്ങളിൽ അക്രമികളായകളും തോന്നിവാസികളും അഴിമതിക്കാരും ന്യായക്കേട് ചെയ്യുന്ന ആളുകളും സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ആളുകളും അതിനെ എതിർക്കുന്ന ആളുകളും അഹങ്കാരികളും അതുപോലെ ഒരുപാട് തോന്നിവാസത്തിന്റെ ആളുകളുണ്ടാകും. അവർക്കൊന്നും ഇതിൽ പങ്കില്ല. നല്ലവരാരുണ്ടായിരുന്നാൽ അവർ മുഴുവനും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പോസ്റ്റിലും നിങ്ങളുടെ സ്ഥാനത്തിലും അവർ എത്തുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു. ചുരുക്കം പറയുക, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല ലോകത്തിന് ഇമാമാക്കിയപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന കഅബത്തിന്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞപ്പോ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക മിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വ അരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹുവിന്റെ ആ കൽപ്പന പ്രകാരം ഉപ്പയും മോനുമായി കൊണ്ട് ആ സംഭവങ്ങളെല്ലാം പല ഭാഗത്തേക്ക് കൊണ്ടുകിടക്കുന്നു. ആവശ്യമാകുമ്പോൾ പിന്നിൽ ഉണർത്താം. അവർ രണ്ടുപേരും അതിന്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ ഞങ്ങളൊരു അമല് ചെയ്തിട്ടുണ്ട് അല്ലാഹ്, അതുകൊണ്ട് നിന്റെ കൽപ്പനക്കാണെങ്കിൽ തന്നെ ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങൾ മനുഷ്യരാണ്, അപാകതകളും പോരായ്മകളും ഒക്കെ ഉണ്ടാവാമല്ല തമ്പുരാനെ റബ്ബനാ തഖബ്ബൽ മിന്നാ. അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് നീ സ്വീകരിച്ചില്ല എങ്കിൽ വലിയ പരാജയമാണ്, വലിയ നഷ്ടമാണ്, ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ പാഴായി പോകുന്നതാണെന്ന് അള്ളാഹുവിനോട് പറയുന്നു. പോരായ്മകൾ നിന്നോട് ഖേദിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ പോരായ്മകൾ പരിഹരിക്കാൻ നീ യോഗ്യനാണ്, ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവനാണ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ കാണുന്നവനാണല്ലോ റബ്ബേ, നീ അറിയുന്നവനാണ് എന്ന് വളരെ വിഷമത്തോടുകൂടെ കൈയുയർത്തിയിട്ട് ബഹുമാനപ്പെട്ടതായ പിതാവും സന്താനമാകുന്ന ഇസ്മായിൽ അലൈഹി ഇസ്ലാം അള്ളാഹിനോട് പറയുന്നു, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക. അല്ലാഹുവേ ഞങ്ങൾ രണ്ടുപേരും പൂർണ്ണമായി നിനക്ക് അനുസരിക്കുന്നതായിരിക്കുന്ന നിന്റെ അടിമകളാക്കണേ തമ്പുരാനെ. മിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. നിന്റെ ഞങ്ങളുടെ സന്താനങ്ങളിലും നിനക്ക് അനുസരിക്കുന്ന ഒരു വിഭാഗത്തെ ഒരു സംഘത്തെ ഇവിടെ വാർത്തെടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നത് റബ്ബനാ അരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. എങ്ങനെയാണ് ഞങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടത് എന്നാ പിന്നെ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഞങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടത് തമ്പുരാനെ? ഇതുവരെ ഞങ്ങൾ ഹജ്ജിൻ്റെതായ കർമ്മങ്ങൾ നീ കഅബം പണി പൂർത്തിയാക്കാൻ പറഞ്ഞു, അത് ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ പോരായ്മകളും ഞങ്ങളുടെ കുറവുകളൊക്കെ നിന്റെ മുമ്പിൽ ഞങ്ങൾ വെച്ചു. ഞങ്ങളുടെ അടിമത്തം നിന്നോട് മുന്നിൽ ഞങ്ങൾ സമ്മതിച്ചു, തലകുലിക്ക് സമ്മതിച്ചു തമ്പുരാനെ. ഞങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിനോട് തോർന്നപ്പോൾ നസലൽ അമീനു മലക്കു സയ്യിദനാ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ട് അതിൻ്റെതായ അമലുകൾ പഠിപ്പിച്ചു. പരിശുദ്ധമായ കഅബത്തിന്റെ പ്രദക്ഷിണം, അതുപോലെ തന്നെ സഫാ മർവന്റെ അടിയിലുള്ള സഅയ്കൾ, അതുപോലെ ആ മൗഖിഫാവുന്ന അറഫായിലുള്ളതായിരിക്കുന്ന വഖൂഫുകൾ, അതുപോലെ മീനായുള്ള ജിമാറുകളൊക്കെ എറിയുക, മുടി വീക്കുക, ഇതുപോലെയുള്ളതായ ഒരുപാട് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക്. അന്ന് അത് മുതൽക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുന്ന മില്ലത്ത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. വേറെ ഒരു ആയത്തിൽ കാണാം അനിത്തബിയ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം നബി കൊണ്ടുവന്നതായ പ്രസ്ഥാനം പൂർണ്ണമായി നിങ്ങൾ അംഗീകരിക്കണം. ഇബ്രാഹിം നബിന്റെ മതം നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം, അത് നിങ്ങൾ പിൻപറ്റുക, അത് നിങ്ങൾക്ക് നിർബന്ധമാകുന്നു എന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. അപ്പൊ എല്ലാ നിലക്കുള്ള പരീക്ഷണങ്ങളും അതിജീവിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ചതായ ഒരു പ്രവാചകനായതുകൊണ്ട് അദ്ദേഹത്തിന് മുഖേനയാണ് ഹജ്ജിൻ്റെതായ കർമ്മങ്ങളുടേതായ തുടക്കം, ഹജ്ജിന്റെ പ്രവർത്തനം. അപ്പൊ റഹ്മാനായ തമ്പുരാൻ ഇതെല്ലാം കാണിച്ചു കൊടുത്തതിന്റെ ശേഷമായി ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മത്തിന് വരാൻ വേണ്ടി മുസ്ലിമീങ്ങളായിരിക്കുന്ന ആളുകളെ നിങ്ങൾ ക്ഷണിക്കണം. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമുള്ള മുസ്ലിമീങ്ങളായ ആളുകളെ നിങ്ങൾ ക്ഷണിക്കണം. അത് നിങ്ങൾ കഅബത്തിന്റെ പരിസരത്തുള്ളതാ ജബൽ ഖുബൈസ് എന്നും അബൂ ഖുബൈസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു പർവ്വതം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണാൻ മുഴുവനും സൗകര്യപ്രദമല്ല. അതിന്റെ പരിസരത്ത് വലിയതായ കൊട്ടാരങ്ങൾ വന്നു, കുറെ ഭാഗങ്ങളൊക്കെ പൊളിക്കപ്പെട്ടു, പരിഷ്കരണത്തിലെല്ലാം കുടുങ്ങിപ്പോയി, റോഡുകളും വീടുകളൊക്കെ ആയിട്ട് ഇന്ന് മുഴുവനും കാഴ്ചക്ക് പ്രായോഗികമല്ല. അതൊക്കെ ഒരു കാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വലിയ വിശാലമായ സൗകര്യങ്ങളാണല്ലോ ഇപ്പോൾ അവിടെയുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിപ്പോൾ അന്വേഷിച്ചാൽ കിട്ടുകയില്ല. അവിടെ കയറിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, പഠിച്ചവനെ ഞാൻ ഈ ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും ക്ഷണിച്ചാല് അവരെങ്ങനെ കേൾക്കുമോ? ഞാനൊരു മനുഷ്യനല്ലേ. അള്ളാഹു പറഞ്ഞു, അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവേണ്ടതില്ല. ബലാഗുമിന്നി, നിങ്ങൾ വിളിക്കുക, ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന,
ഇബ്രാഹിം നബി ഇസ്ലാം കയറിയിട്ട് അതിന്റെ മുകളിൽ നിന്നും വിളിച്ചു, ആളുകളെ, ഇന്ന റബ്ബക്കും വനാ ബൈതൻ ഫഹജ്ജൂബി, നിങ്ങളുടെ രക്ഷിതാവ് ഒരു വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. പരിശുദ്ധമായിരിക്കുന്ന മക്ക ഭൂമിയുടെ മധ്യമാണെന്ന് പറയപ്പെടുന്ന ഈ മധ്യസ്ഥലത്ത് അള്ളാഹുവിൻ്റെതായിരിക്കുന്ന ഈ ലോകത്ത് ഭൂമിയിലും ആകാശവുമാകുന്ന ഈ ലോകത്ത്, സമാവാത്തുകളും അർളുകളാണല്ലോ ഈ ലോകമെന്ന് പറയപ്പെടുന്ന ഈ ലോകവും അതിലുള്ള വസ്തുക്കളും മൊത്തം ഓരോ സ്ഥലങ്ങളിൽ ആരാധന കർമ്മത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതായ ഭവനങ്ങള്, ബൈത്തുൽ മഅമൂർ എന്ന് പറയപ്പെടുന്ന ആകാശത്തിന്റെ ലാസ്റ്റിലുള്ളതായിരിക്കുന്ന ആ ബൈത്തുൽ മഅമൂർ എന്ന് പറയപ്പെടുന്ന മലായിക്കത്തുകളെ കൊണ്ട് മാത്രം വലയം ചെയ്യപ്പെട്ടതായ ഒരു വീടുണ്ട്. ബൈത്തുൽ മഅമൂർ വലിയ മഹത്വമുള്ളതായിരിക്കുന്ന ഒരു വീട്, 7ാം ആകാശത്തുള്ള ബൈത്തുൽ മഅമൂർ. ഓരോ ദിവസങ്ങളിലും ആ പള്ളിയിലേക്ക്, ബൈത്തുൽ മഅമൂർ ആകുന്ന ആരാധന പള്ളിയിലേക്ക് 70,000 മലായിക്കത്തുകൾ അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട്. ആ കടന്ന മലായിക്കത്തുകളൊന്നും ഇങ്ങോട്ട് പുറപ്പെടുന്നില്ല, പിറ്റേ ദിവസം അങ്ങോട്ട് കടക്കുന്നുമില്ല. അപ്പൊ മലായിക്കത്തിന്റെ അതതുകൾ എത്രയാണ്? ലാ യഅലമു അദദൽ മലായിക്കത്തി ഇല്ലല്ലാ ഒരു വകുപ്പ്. മറ്റൊരു വകുപ്പ് പ്രകാരം ആ പള്ളിയുടെ വിശാലത എത്രയാവുന്നു? എന്നും കിടക്കുന്ന മലായിക്കത്തുകളല്ല പിന്നെ കിടക്കുന്നത്, പോയവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അത്ര വിശാലമായ ഒരു പള്ളി അവിടെ ഉണ്ട്. ആ പള്ളിക്ക് ലെവലായിക്കൊണ്ട് തന്നെ സൂത്രമായിക്കൊണ്ട് ഓരോ ആകാശത്തിലുള്ള മലായിക്കത്തുകളുടെ സൗകര്യത്തിന് വേണ്ടി കേന്ദ്രമാണ് ബൈത്തുൽ മഅമൂർ. അങ്ങോട്ടെപ്പോഴും എത്താൻ പറ്റാത്ത മലായിക്കത്തുകൾക്ക് ആരാധനകൾക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ആകാശങ്ങളിൽ അതിനുള്ള സൗകര്യമാകുന്ന വീടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് രൂപപ്പെടാത്തത് നമ്മളാ ലോകത്തല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ 7 ഭൂമിയാകുന്ന നാം താമസിക്കുന്ന ഭൂമിന്റെ അടിവാരത്തിലുള്ള 6 ഭൂമിയിലും ഇതിന് സൂത്രമായിക്കൊണ്ട് ബൈത്തുൽ മഅമൂറിന്റെ സൂത്രത്തിലായിക്കൊണ്ട് ആരാധന കേന്ദ്രങ്ങളുണ്ട്. അതിൽ നിന്ന് മക്കയിലുള്ളതായിരിക്കുന്ന ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക എന്ന് പറയപ്പെടുന്ന ആ അനുഗ്രഹീതമായ പ്രവാചകന്മാരുടെ പാദങ്ങളെ കൊണ്ട് പുണ്യമേറ്റ അനുഗ്രഹീതമായ സ്ഥലം, അതുപോലെ മലായിക്കത്തുകളുടെ പ്രദക്ഷിണങ്ങളെ കൊണ്ട് അനുഗ്രഹമായ സ്ഥലം, സ്വർഗീയമായ വസ്തുക്കൾ കാത്തു സൂക്ഷിക്കപ്പെട്ടതായ സ്ഥലം, ആദം നബി അലൈഹി ഇസ്ലാമിലേക്ക് പൂർണ്ണമായ അഭയവും സംരക്ഷണവും നൽകപ്പെട്ടതായ ഒരു സ്ഥലം, നാളെ ആഖിറത്തിൽ കൊണ്ടുപോയി സാക്ഷി പറയാൻ വേണ്ടി മനുഷ്യദൃഷ്ടിയിൽ അനുഭവിക്കാൻ പറ്റാവുന്ന ഒരു കഅബമാകുന്ന ഒരു വീടിന്റെ രൂപം, അത് ആഖിറത്തിൽ മനുഷ്യന് ഗുണമായി സാക്ഷി പറയാനുള്ളതും തെറ്റുകാർക്ക് തെറ്റായി സാക്ഷി പറയാനുള്ളതുമാണ്. അങ്ങനത്തതായ ഒരു പരിശുദ്ധമായ വീട് അവിടെയുണ്ട്, അള്ളാഹു നിർമ്മിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ വീട്ടിനോട് ബന്ധപ്പെട്ടതായ കർമ്മ നിർവഹണത്തിന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ ഫഅജാബഹു മിൻ അസ്ലാബി റിജാലി വറഹാമിൽ ഉമ്മഹാതി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അവിടെ നിന്ന് ആ ഉത്തരം പറയുകയാണ്, മറുപടി നൽകുന്നു. എവിടെന്ന്? മിൻ അസ്ലാബി റിജാലി, അസ്ലാബു റിജാലിൽ നിന്ന്, പുരുഷന്മാരുടേതായ മുതുകളിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പുരുഷന്മാരുടെ സുൽഭമായി ബന്ധപ്പെടുന്നതായിരിക്കുന്ന ആ ദർറത്ത് മിഥല ദർറ എന്ന് പറയപ്പെടുന്ന അണുക്കളാകുന്ന ആ ജീവവസ്തുക്കൾ, റൂഹുകൾ മറുപടി പറയുകയാണ്. എന്തുകൊണ്ടാ പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അതിന്റെ അർത്ഥങ്ങളെല്ലാം നമുക്ക് പിന്നീട് പറയാം. അതിന്റെ മഹത്വങ്ങളും അതിന്റെ അർത്ഥങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവസരോചിതമായി പറയും. അതുപോലെ തന്നെ വറഹാമിൽ ഉമ്മഹാത്തി, ഉമ്മമാരുടെ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവരുമായി ബന്ധപ്പെടുന്നതായിരിക്കുന്ന ആ റൂഹുകൾ, ആത്മാക്കൾ മറുപടി പറയുകയാണ്, ഇതാ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. ഒരു വിഭാഗം ആളുകൾ അത് പറഞ്ഞതായ വ്യക്തികൾക്ക് മുഴുവനും അങ്ങോട്ട് എത്താൻ കഴിയുന്നു. ചരിത്രങ്ങളിൽ പറയപ്പെടുന്നു, ഈ ചാൻസ് ഉപയോഗപ്പെടുത്തിയ ആര്? മിസ്റ്റർ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നല്ലതാണ് പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, എന്നും ശപിക്കപ്പെട്ടവനായതുകൊണ്ട് തന്നെ പറയാം. സാധാരണ ഒരു കാഫിറിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയരുത്, ജീവനുള്ള ഒരു കാഫിറാണെങ്കിൽ. അതായത് കുഫിയത്തല്ലാതെ മരിക്കാൻ പതിവില്ല, ഒരുപാട് കാഫിര്യങ്ങളുണ്ടല്ലോ, അവരുടെ ഒരു പേരുകൾ കേൾക്കുകയാണ്. ഒരു പക്ഷെ ഒരു അക്രമി തന്നെയാണെങ്കിൽ തന്നെ ലഅനത്തുല്ലാഹി അലൈഹിക്ക് എതിരായി ദ്വാരന്നാലും ലഅനത്തുല്ലാഹി അലൈഹി എന്നുള്ള പദപ്രയോഗം അത്ര നല്ലതല്ല എന്ന് മഹാന്മാർ പറയുന്നു. അതിന് കാരണം കുഫിയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല. അവന്റെ ആഖിബത്തിനെ കുറിച്ച് നമുക്ക് പറയാനൊക്കുകയില്ലല്ലോ. അവന്റെ ആഖിബത്ത് അല്ലാഹു തആല എങ്ങനെ തീരുമാനിച്ച്? അബൂജാഹിലിന്റെ മകനാണ് ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി. അബൂജാഹിലിന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? ലഅനത്തുല്ലാഹി എന്ന് പറയണം. ആ സമയത്ത് സ്വന്തമായ മുതുകിൽ നിന്ന് ജനിച്ചതായ മഹാനായിരിക്കുന്ന സയ്യിദുനാ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയണം.
ഇക്രിമത്ത് അവസാന ഘട്ടത്തിലാണ് മുസ്ലിമായത്. മക്കം ഫതഹിൽ വെച്ചുകൊണ്ട് നബിതങ്ങൾ എന്തെങ്കിലും ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട് ഓടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പോയി. ഒരു സമുദ്ര തീരത്തിൽ അദ്ദേഹം ഒരു വഞ്ചി കാത്ത് നിൽക്കുന്ന സമയത്ത് തന്റെ ഭാര്യ പിടിച്ചു കൊടുന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിനോട് അനുമതി മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വിശ്വസ്തനായ ഒരു സഹാബി, അദ്ദേഹം ഒരു മനുഷ്യൻ എന്തായി വലിയ മഹത്വമുള്ളവനായി. അപ്പൊ ആക്രമത്തിനെ കുറിച്ച് നമുക്ക് പറയാനൊക്കെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇബ്ലീസിന്റെ പേര് കേട്ടാൽ ഒന്ന് സംശയിക്കുക. അതല്ല മൂപ്പരുമായിട്ട് വല്ല ഇടപാടുകളൊക്കെ നമ്മൾ സംസാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയും ചെയ്തത് മോശമല്ലേ. ഇബ്ലീസിന്റെ പേരിലായിട്ട് നമ്മൾ വല്ല നേർച്ചകളോ അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന പോലെ അങ്ങനെ ശപിച്ചാൽ പിന്നെ നമുക്ക് അവൻ ആവശ്യത്തിന് കിട്ടൂല. മിസ്റ്റർ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മഹാന്മാരായ സാലികൾ ചെയ്തൊരു പ്രവൃത്തിയിൽ സുന്നത്ത് അവരെ കാര്യമാണ്, അതുകൊണ്ട് പ്രതിഫലം നമുക്ക് കിട്ടും ചെയ്യും. അവന് ഈ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ വിളിച്ചു വെച്ചിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എല്ലാവരെയും ആ കഅബത്തിലേക്ക് അജിന് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ മൂപ്പരും വിളിച്ചു, നിങ്ങൾ വരി അജിന് വരി, ഞാനുണ്ടാവും അവിടെ, നിങ്ങൾ പോരി. കഅബത്തിലേക്ക് തന്നെ മൂപ്പരും ക്ഷണിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ക്ഷണം അള്ളാഹുമായുള്ള വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടിയുള്ള ക്ഷണമാണ്. അള്ളാഹ് ക്ഷണിക്കാൻ പറഞ്ഞതല്ല, അള്ളാഹുവിനോടൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് നിറവേറ്റാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ക്ഷണിക്കുന്നതോ അള്ളാഹിനോടൊരു വാഗ്ദാനം ഒന്നുമില്ല, അള്ളാഹിന്റെ കൽപ്പന സ്വീകരിച്ചതാണ്. അള്ളാഹുദല വിളിക്കാൻ പറഞ്ഞപ്പോ ആ മൂപ്പര് പറഞ്ഞു പ്രതിവെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചാൽ കേൾക്കുകയില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു അത് പറ്റുകയില്ല, നിങ്ങൾ വിളിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു. ഇവനോടതിനെ കുറിച്ച് ഒന്നും പ്രതിപാദിച്ചില്ല. അവർക്ക് ഒരു കാലത്തും ലജ്ജയില്ലാത്തവനും നാണമില്ലാത്തവനും പേടിയില്ലാത്തവനും ഒക്കെയാണ് നമുക്കറിയാം. നമ്മൾ എല്ലാ നിസ്കാരത്തിലും കൈവെട്ടിയാ ഉടനെ പറയുന്നു അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ടതായിരിക്കുന്ന ശൈത്താന്റെ ഷെറിൽ നിന്ന് അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു നമ്മൾ പറഞ്ഞാൽ പിന്നെ ഓടി വന്നിട്ട് നമ്മൾ നിസ്കാരം പഠിപ്പിക്കാൻ വരിക. എന്നെ ശപിക്കുന്ന മനുഷ്യന്മാരാണ്. ഞാനിവനാ വൈക്ക് പോവില്ല. നമ്മളൊരാളെ തെറ്റിയാൽ പിന്നെ ആള് സംസാരിക്കാൻ പോവോ, അയാളെ വീട്ടിൽ പോവോ, ആവശ്യത്തിന് ക്ഷണിച്ചാൽ പോകില്ലല്ലോ. മൂപ്പർക്ക് ആ പരിപാടിയില്ല. എത്രത്തോളം മൂപ്പരെ നമ്മൾ എതിർക്കുന്നു അത്രത്തോളം നമ്മളോട് അടുപ്പം കൂടെ. നല്ലൊരു സ്വഭാവമാണുള്ളത് ആ വിഷയത്തിൽ, എങ്ങനെ ആരും വിട്ടുപോകില്ല. അങ്ങനത്തെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം, പടച്ചവനെ ഞാൻ നിന്റെ ജനങ്ങളെ മുഴുവനും കുറഞ്ഞ ആളുകളെ മാറ്റി നിർത്തിയിട്ട് എല്ലാവരും ഞാൻ പഠിപ്പിക്കാം. ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അള്ളാഹുവിനോടൊരു വാഗ്ദാനമാണ്. നിങ്ങളിപ്പോൾ അജിന്റെ ക്ലാസ് പറഞ്ഞാൽ എന്നൊക്കെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് നാളെ പണിയൊക്കെ എന്തെന്ന് ഇപ്പോൾ അടുത്ത ദിവസം തീരുന്ന പരിപാടിയില്ല കേട്ടോ, ഇപ്പൊ തുടങ്ങണല്ലേ ഉള്ളൂ. അതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ പോയിന്റുകളൊക്കെ നിങ്ങളോട് പറഞ്ഞത്. ഇബ്ലീസിന്റെ വാഗ്ദാനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിഹാത്തു സിത്ത് എന്ന് പറയപ്പെടുന്ന 6 ഭാഗങ്ങൾ ഉണ്ടാവണം. മേൽഭാഗം, അടിഭാഗം, വലഭാഗം, ഇടഭാഗം, മുൻഭാഗം, പിൻഭാഗം. 6 ഭാഗമായില്ലേ? ചിലപ്പോൾ ചോദിച്ചതിനൊക്കെ ആന്നും ഊന്നും ഉണ്ട് എന്നും ഇല്ലാന്നൊക്കെ പറയേണ്ടി വരും. വെറുതെ ഉണ്ടായിരുന്ന കാര്യം നടക്കില്ല. മുൻഭാഗം, പിൻഭാഗം, മേൽഭാഗം, അടിഭാഗം, വലഭാഗം, ഇടഭാഗം, 6 ഭാഗമായില്ലേ? മുണ്ടില്ലേ? അത് പറ്റില്ല. ഇത് ചർച്ചയാണ്, ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങളോട് സമ്മതിക്കലല്ല. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് അന്വേഷിക്കുക എന്നതിനെ പറയാ. മുദാക്കറത്തുൽ ഇൽമ് അത് ഖൈറും മിൻ അൽഫി ഇബാദത്തി സന, 1000 കൊല്ലത്തിനേക്കാണ് ഏറ്റവും ഗുണകരമാണ് ഇൽമിന്റെ ക്ലാസ്സുകൾ, ഇൽമിന്റെ ചർച്ചകൾ. അപ്പൊ ഇതൊരു ക്ലാസ് ആണല്ലോ. ഇത് നിങ്ങളൊക്കെ എന്നെക്കാണ് എല്ലാം വലിപ്പത്തിലും യോഗ്യതയിലും വിജ്ഞാനത്തിലും നിങ്ങൾ കൂടിയവരാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്നല്ലാതെ എല്ലാവരും യോഗ്യന്മാരാണ്, അറിവ് പറഞ്ഞവർ ആരുമില്ല, എല്ലാം കൊണ്ട് നിങ്ങൾ മാന്യന്മാരാണ്. അതേ സമയത്ത് അതൊക്കെ തൽക്കാലം ചെയ്യാൻ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഈ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും ഏകോദര സഹോദരമായി ഒരു സ്റ്റേജിലാവുക. പല ആളുകളും പല വിധത്തിലാണ്. അതങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ 6 ഭാഗം മനുഷ്യന് വേണം. അത് ഇബ്ലീസ് ഇപ്പൊ പറഞ്ഞതെന്താ? ലഅഖഉദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, മുൻഭാഗത്തിൽ കൂടെയും പിൻഭാഗത്തിൽ കൂടെയും, വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം, വലഭാഗത്തിൽ കൂടെയും ഇടഭാഗത്തിൽ കൂടെയും പറഞ്ഞു. വലാ തജിദു അക്തറഹും ശാകിരീൻ, ഒരു കാരണവശാലും അധിക ആളുകളെയും നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ മുമ്പിലൂടെ ഞാൻ ചെല്ലുന്നതാണ്, അവരെ പിന്നിലൂടെയും ഞാൻ ചെല്ലുന്നതാണ്. അതുപോലെ ഞാൻ വലഭാഗത്തിൽ കൂടെ ഞാൻ എത്തും, ഇടഭാഗത്തിലൂടെ എത്തും. പക്ഷേ 2 കാര്യം പറഞ്ഞില്ല. ഏതാ പറയാത്തത്? മേൽഭാഗം അടിഭാഗം പറഞ്ഞില്ല, അത് വിട്ടുപോയി. ഓമിൻ ഫൗഖിഹിം വമിൻ തഹ്തിഹിം എന്ന് പറയാൻ അവന് വിട്ടുപോയി. അതിൽ മഹാന്മാരായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ഏറ്റവും വലിയതായ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് അത് വലിയതായ ഒരു പോയിന്റാണ്, അവന്റെ പരാജയമാണ്. മുസ്ലിമായ ഒരു മനുഷ്യൻ ആദ്യമായി ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ ആ ബോർഡിലേക്ക് നോക്കിയാൽ കാണാം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ,
യഥാർത്ഥമായ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സമയം നിശ്ചയിച്ചു കൊടുത്തതായ നിസ്കാരങ്ങളുണ്ട്. ആ നിസ്കാരങ്ങളിൽ നിന്നതായിരിക്കുന്ന ഒരു മനുഷ്യനതാ അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്നുകൊണ്ടിട്ട് അവൻ സുജൂദിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവൻ ശറഫാക്കപ്പെട്ടതായ ശരീരത്തിന്റെ അംഗം അവന്റെ മുഖമാണല്ലോ, അവന് നെറ്റിയാണ്. ആ നെറ്റിത്തടം കൊണ്ടുപോയി മേൽഭാഗത്തുള്ളതിന് അടിഭാഗമാകുന്ന ഭൂമിയിൽ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ എല്ലാം പുറത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്ന, സഹാബികളെ നിങ്ങൾ എന്നോട് പറയണം, നിങ്ങൾ ഓരോരുത്തരുടെ വീടിന്റെ താഴ്വരയിലൂടെ ഓരോ പുഴകൾ നല്ലതായ നൽതണ്ണീനായ നല്ല വെള്ളമൊഴുകുന്ന പുഴകളുണ്ട്. 5 സമയത്ത് നിങ്ങൾ ആ പുഴയിൽ ഇറങ്ങിയിട്ട് നല്ല മണ്ണം തേച്ചരച്ചുകൊണ്ട് അഴുക്കുകൾ നീക്കി കുളിച്ചാൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി മിൻ ശൈ, അവൻ കയറി നോക്കിയിട്ട് 5 സമയം കുളിച്ചതായ വ്യക്തി അത് കഴിഞ്ഞ് കയറി നോക്കിയാൽ വല്ല അഴുക്കുകളും അവന്റെ ശരീരത്തുണ്ടാകുമോ? സഹാബികളെ, ഖാലൂ ലാ യബ്ഖാ മിൻ ദറനിഹി ശൈ, ഒരു ശൈയും അവന്റെ ശരീരത്തിലുണ്ടാവുകയില്ല. അത്ര പരിശുദ്ധമാണ്. എന്നാൽ ഹാദിഹി മസലു സലവാത്തിൽ ഹംസ്, ഇത് തന്നെയാണ് നിസ്കാരം. അപ്പൊ പിശാച് എന്ത് ചെയ്തു? വലഭാഗത്തിലൂടെ വന്നതും ഇടഭാഗത്തിലൂടെ വന്നതും അതുപോലെ മുന്നിലും പിന്നിലൊക്കെ വന്നത് പൊറുക്കപ്പെടാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ മറപ്പിച്ചതാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ വാഗ്ദാനം അവനുണ്ട് എന്തെന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ ഞാൻ ഇരിക്കും, ഞാൻ തടയും, ഞാൻ അവരെ എല്ലാ നിലക്കും നല്ല പോയിന്റുകൾ ഉപയോഗിച്ച് ഞാൻ ശത്രുത പ്രകടമാക്കും. അവരെ അജിനെല്ലാം വേണ്ടി പറഞ്ഞു. അപ്പൊ കുറെ ആളുകൾ എന്ത് ചെയ്തു? ഇബ്രാഹിം നബി ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നേരത്തെയുള്ളതിനേക്കാണ് കച്ചറ സ്വഭാവങ്ങളും പ്രവൃത്തികളും പ്രവർത്തന ദോഷങ്ങളുമാണ്. എല്ലാ നിലക്കും ഒരു നാശമായി നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പറയാറില്ലേ, ഒരു ഹജ്ജിന് പോയ ആളാണത്രേ. ഇന്നൊരാൾ വിളിച്ചിട്ട് 2 ആളുകളെ പറ്റി എന്നോട് പറഞ്ഞു. എന്തോ ഒരു വിഷയത്തിൽ ചണ്ട കൂടിയിട്ട് ഒരു ഹജ്ജിന്റെ വിഷയത്തിൽ ഇവർ പറഞ്ഞു, വകച്ചു കൊടുത്തില്ല. അവര് പറഞ്ഞത് ഇപ്പൊ ഈ ആശയം പറഞ്ഞ ആളുകൾ പറഞ്ഞതാ ശരിയെന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ അവർ 2 ഹാജിമാരാണ് ഇവരെന്ന്. അവർ ഹാജിമാരാണെന്ന്. ഇവർ ആ പറഞ്ഞ ആള് പറയുന്നത് ശരിയാണെങ്കിൽ ഇവർ തെറ്റായി പോയില്ലേ? വലിയൊരു കച്ചറ പിടിച്ച ഒരു ഹക്കർ മുതലിന്റെ ഇടപാടുകളാ സഹോദരന്മാരെ. നമ്മൾ സാധാരണ പറഞ്ഞ ഹജ്ജിനൊക്കെ പോയ ആളത്ര, ഇയാളെ മക്ക നാശാക്കാൻ വേണ്ടി പോയതാ, ഇയാൾ പകുതിക്കൽ ഹാജിയരാണോ, പാലം കുലുക്കുന്ന ഹാജിയരാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വഭാവ ദോഷങ്ങൾ കാരണമായി ഇതിനെ പരിഹസിക്കപ്പെടാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ പരിശുദ്ധമായ കർമ്മത്തിന് പോയി വന്നിട്ട് ജീവിതങ്ങൾക്ക് പ്രത്യേകമായ ഒരു ക്രമീകരണമൊന്നും ഇല്ലാതെ കണ്ട് ലക്കും ലകാരമില്ലാതെ കാലികമായ വെറും നീനാണ് നാക്കാലികളെ പോലെ ജീവിതമാണ് നയിക്കേണ്ട ഗതികേട് വന്നാൽ സ്വന്തമായിട്ട് ചിന്തിക്കേണ്ടത്, പടച്ചവനെ, ഞാൻ അന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് അബൂ ഖുബൈസിന്റെ മുർദാവിൽ നിന്നുകൊണ്ട് വിളിച്ചപ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞു പോയ പാവപ്പെട്ട ഹാജിയാണോ? അതല്ല, അത് കഴിഞ്ഞപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചാൻസ് ഉപയോഗപ്പെടുത്തി അവന്റെ മറുപടി പറഞ്ഞ ഹാജിയാണോ? അല്ലാഹുവേ, എനിക്ക് നീ മാപ്പ് നൽകണം, പടച്ചവനെ, എനിക്ക് നീ പൊറുക്കണം, എനിക്ക് ഹിദായത്ത് തരണമെന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞതാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ പരിശുദ്ധമായിരിക്കുന്ന, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ഹജ്ജിന് വേണ്ടി വിളിച്ചത്. അദ്ദേഹത്തെ പ്രവാചകന്മാരിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണവും ഉണ്ടായി. പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മം, ഈ ഹജ്ജ് കർമ്മം സഹിയാവാൻ ഇനി ഇതിന്റെ ഒരു ഫലായിലുകൾ ഒരുപാടുണ്ട്. അതിന്റെ ഫലായിലുകൾ പറഞ്ഞാൽ അവസാനിക്കില്ല. അത് മുഴുവനല്ലല്ലോ നമ്മുടെ ആവശ്യങ്ങളുള്ളത്. അതും നമുക്ക് ആവശ്യമാണ്. നേരത്തെ ഗൾഫിലേക്ക് വരാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ളൊരു കർമ്മം യഥാർത്ഥമായി നിർവഹിക്കാൻ അതിൽ 2 വകുപ്പുകളുണ്ട്. മബ്റൂറാവുക, മഖ്ബൂലാവുക, അതുപോലെ തന്നെ മർദൂദാവുക, ഗൈറു മഖ്ബൂലാവുക എന്ന് പറയപ്പെടുന്ന 2 അവസ്ഥയാണുള്ളത്. മഖ്ബൂലാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ മർദൂദ് എന്ന് പറയുന്ന പ്രശ്നം അവിടെ ഉണ്ടാവുന്നില്ല, സ്വീകരിക്കപ്പെടുക എന്നുള്ളത്. എന്നാൽ 2 കാര്യത്തിൽ നിന്ന് ഒരു കാര്യമേ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ, 2ാമത്തെ കാര്യം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുകയില്ല. മഖ്ബൂലാവുന്ന കാര്യം നമ്മുടെ ബാധ്യത അല്ല, അത് അള്ളാഹുവിൻ്റെതായ ഭാഗത്തു നിന്ന് ഔദാര്യമായി നമുക്ക് ലഭിക്കേണ്ടതാണ്. മബ്റൂറാക്കുക എന്നുള്ളതോ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. മബ്റൂറാവാനും വേണ്ടി നമ്മളെല്ലാവരും ഇപ്പൊ തന്നെ ഓരോരുത്തർ കത്ത് എഴുതാനും ഫോൺ ചെയ്ത് പറയാനും നാട്ടിൽ നിന്ന് പോരുമ്പോൾ അനുമതി വാങ്ങി പോരാനും അപ്പൊക്കെ പറയേണ്ട, ഞാൻ ഇപ്രാവശ്യം ഹജ്ജിന് പോവുകയാണ്, എന്റെ ഹജ്ജ് മബ്റൂറും മഖ്ബൂലാവാൻ വേണ്ടി നിങ്ങൾ ദുആരക്കണം. ഫോൺ ചെയ്യുമ്പോഴും പറയാനതാ, ഉമ്മാനോട് പറയാനും ഉപ്പനോട് പറയാനും ഉസ്താദന്മാരോട് പറയാനും നാട്ടുകാർ കുടുംബാദികളോടൊക്കെ പറയൽ സുന്നത്താണല്ലോ. വേണ്ടപ്പെട്ടവരോടൊക്കെ ലോകമാന്യത്തിന് വേണ്ടിയല്ല. ചില ആളുകളൊക്കെ എന്നെ പത്രത്തിൽ ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഞാൻ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നുണ്ട്, ഞാനുമായി വല്ല കടപ്പാടുകളും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടണം. ആരോട് ബന്ധപ്പെടണം? ലോകം മുഴുവൻ അറിഞ്ഞിട്ട് എന്നോട് എന്ത് ബന്ധപ്പെടാനാ? അത് കൊടുക്കാനുള്ള കടം വാങ്ങിയതല്ല നേരത്തെ തന്നെ. ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, ഇനി എന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ ആജി കൂട്ടി വിളിക്കലാണ് എനിക്ക് ഇഷ്ടം എന്ന് അറിയിക്കലാണ് ഏറ്റവും ചുരുങ്ങിയത്. മറ്റു മാർഗം ഉണ്ടാവാം, അധികവും അങ്ങനെയാണ്. അതല്ല നമ്മുടെ ആവശ്യമുള്ളത്. അപ്പൊ മബ്റൂറാക്കുക എന്നതിന് അതിന്റെ ചില നിബന്ധനകൾ, അതിന് വേണ്ടിയാണ് മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ 29 പോയിന്റുകൾ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ ഇനി ഒരുങ്ങാനുള്ളത്. ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്?
മുൻകൂർ ജാമ്യത്തിനെടുത്തിട്ട് എനിക്ക് നാളെ ക്ലാസ്സിന് വരാൻ പറ്റില്ല, ഞാനിവിടെ മുസ്ലിമിലാ താമസമുള്ളത്, അവിടെ നിന്ന് പോകുന്ന കാലത്ത് പണിക്കുവാൻ നേരം പോകും, അങ്ങനെ ഒന്നും പറഞ്ഞ സംഗതി നടക്കില്ല. വേഗത്തിൽ എന്ത് ചെയ്തോളൂ, ഇപ്പൊ സൗദിയിലേക്ക് ഇവിടെ പാസ്പോർട്ട് കോപ്പി അയച്ചിട്ടില്ല, ഒരാഴ്ചനുള്ളിൽ അയക്കും. അയച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു വിട്ടുവീഴ്ചയില്ല, കൊടുത്ത പൈസ ഒന്നും തിരിച്ചു കിട്ടൂല. അതിന്റെ മുമ്പ് ഇതിന് കഴിയില്ലെങ്കിൽ വേഗം പൈസ പഠിച്ചോളി. 3600 റുപ്യ നഷ്ടപ്പെടാൻ പോകുന്നത്. അതല്ല അതിനോട് സഹകരിക്കാനും യോജിക്കാനും കഴിയുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവിന്റെ മഹലായ പതിൽ കൊണ്ട് ഒരു പുണ്യമായ കർമ്മം ചെയ്തിട്ട് ഒരു യഥാർത്ഥമായ മുസ്ലിം ആവണം. അതിന് അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ജോലി സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് ഈ സമയത്ത് ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലെങ്കിൽ വേറെ മാധ്യമങ്ങളെ കൊണ്ട് അതൊരു പരിഹരിക്കാം. ജോലി വിട്ടുപോകുന്ന പിന്നെ ഹജ്ജുണ്ടാവുകയില്ലല്ലോ. അതേ സമയത്ത് ആ ജോലി ചെയ്യുന്ന ആളുകളുടെ അനുമതിയോടുകൂടെ അല്ലെങ്കിൽ പകരത്തിന് ഒരാളെ നിർത്തിയിട്ട് പോരാ, ഇങ്ങനത്തെ സൗകര്യമില്ലാതെ കണ്ട് ആരോടും മിണ്ടാതെ ഉത്തരവാദിത്തമില്ലാതെ കണ്ട് കട്ട് ചാടി ഒളിച്ചു ചാടിയിട്ട് ഇതിന് പോരാന്നുള്ളത് ഈ വിഷയത്തിനോട് ചേരുന്നതല്ല. പലതും പല കൃത്രിമങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോകാൻ തന്ന ലീവിനപ്പുറത്തൊക്കെ പോലെ ഇല്ലല്ല, അത് അവിടെ ഒന്ന് മാന്തി ഇവിടെ ഒന്ന് ചുറിഞ്ഞ് അയാളൊന്ന് സോപ്പിട്ട് ആ മറ്റാളൊന്ന് സെർഫിട്ട് ഇതിന്റെ 10 ദിവസം മുമ്പ് 15 ദിവസം ഒക്കെ വീട് വലിയ പൂജന്മാരായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഉണ്ടെങ്കിൽ നാളെ ഈ വൈകുള്ള മനുഷ്യന്മാർ വരില്ല. അപ്പൊ അതുപോലല്ല ഈ സംഗതി. ഇതൊരു സാധാരണ ഒരു പരിപാടിയല്ല. ഇത് മനുഷ്യ ജീവിതത്തിൽ ഒരു ഒറ്റ പ്രാവശ്യം നിർബന്ധമായിട്ട് അതിൽ മനുഷ്യനാകട്ടെ എന്താവണം, ഒരു പ്രത്യേകമായ പരിവർത്തനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ശരീരത്തിന്റെ മേഖലകളാവുന്ന അവയവങ്ങള് ലൗ ഖശഅ ഖൽബുഹു ഖശഅ ജവാരിഹുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ ജോലിയുള്ള ആളുകള് അതിന് പകരം ആളുകളെ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ മസൂലന്മാരോട് അതിന്റെ ഗുണങ്ങളോ അല്ലെങ്കിൽ ആവശ്യകതകളൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഒരു ചെറിയ അനുമതിയും കൂടാതെ വന്നാൽ പിന്നെ നമുക്ക് പരാജയം ഞാൻ പറഞ്ഞല്ലോ. അല്ലാത്ത ആളുകൾ നിങ്ങളുടെ ശരീരത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ കണക്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് മാറുകയാണെങ്കിൽ പൈസ മുഴുവൻ വെള്ളത്തിലിട്ട് നശിപ്പിച്ചതുപോലെയും അത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഞാൻ നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളൊക്കെ ഉണ്ടാക്കി മക്കത്ത് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കാളൂട്ട് നടത്തലല്ല നമ്മുടെ ആവശ്യം. കുറെ ആളുകൾ എങ്ങനെ ആൾക്കാരോട് ഈ കാര്യമൊന്നും മിണ്ടണ്ട, ആളുകൾ വരുന്നവർ വരട്ടെ പോണവർ പോട്ടെ എന്നും മിണ്ടാതെ അങ്ങനെ വെച്ച് നിന്ന് കുറെ ആളുകളെ തളിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ കന്നുകാലികളെ ചന്തക്ക് കൊണ്ടുപോകുന്ന മാതിരി അതിൽ പേടും കൂരും നടക്കുന്നതും ചവിട്ടുന്നതും പലതും ഉണ്ടാകും. അതല്ല നമ്മുടെ പ്രശ്നം. പറയേണ്ട കാര്യങ്ങളൊക്കെ ശരിക്കും പറയാ, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുകയില്ലല്ലോ. ഫദക്കിർ ഫഇന്നദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഉപദേശിക്കുക എന്നുള്ള ഒരു ചുമതല നമുക്ക് ആവശ്യമാണ്. ഉൾക്കൊള്ളുക എന്ന ചുമതല ഒരു വിഭാഗത്തിന് മാത്രമേ ഉണ്ടാകുള്ളൂ. അവരാണ് സത്യവിശ്വാസികൾ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ 29 പോയിന്റുകളിൽ ആവശ്യമുള്ളത് വളരെ നിർബന്ധമായിട്ട് നമുക്ക് സാധിക്കുന്നതും ഉൾക്കൊള്ളാൻ പറ്റാവുന്ന മാത്രമേ നമ്മൾ പറയുള്ളൂ. അതല്ലെങ്കിൽ ഓരോ പോയിന്റുകൾ പറഞ്ഞിരിക്കാൻ ഒരു ദിവസം മതിയാവുകയില്ല. അപ്പൊ 29 പോയിന്റ് പറയുകയാണെങ്കിൽ ഏകദേശം 29 ദിവസം വരുമല്ലോ. അപ്പൊ നമുക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു എവിടെ എത്തിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയും. ഈ ഹജ്ജ് എന്ന് പറയപ്പെടുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയ 2 വാക്കിൽ 11 കാര്യം. ഹാവ് എന്ന് പറയപ്പെടുന്ന പിന്നെ 3 അക്ഷരങ്ങളും ജീം എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന 8 അക്ഷരങ്ങൾ, അതായത് 8 ഇതിന്റെ അക്കം. ഇങ്ങനെ 11 കാര്യം. അതിൽ 11ാമത്തതായിരിക്കുന്ന കാര്യം ഹജ്ജ് ആകുന്നു. വേറെ പ്രകാരം കഴിവുള്ള ആളുകൾ, ആ കഴിവുകൾ പല വിധത്തിലുള്ള കഴിവുകളുണ്ട്. അതൊക്കെ നമുക്ക് വിഷയങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു 11ാമത്തെ ഒരു കാര്യമാണ് നമുക്ക് വളരെ വിശാലമായിട്ട് ഓരോ ദിവസങ്ങളിലായി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനും പഠിക്കാനും ഉൾക്കൊള്ളാനൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർണ്ണമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. ഇന്ന് തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് വളരെ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇന്ന് ഇതിലേക്കുള്ളൊരു സൂചനയാണ്. ഇതെങ്ങനെ ഉണ്ടായി, എന്താവുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഹജ്ജിന് പോയ ആളുകളും പല പ്രാവശ്യം പോയ ആളുകളും നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അവർക്കും തന്നെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകാതുണ്ടാവും, ഓർമ്മയില്ലാത്തതുണ്ടാവും. ഇനി വേറൊരു പോയിന്റ് കൂടി, നിങ്ങൾക്ക് ഈ വരുന്ന ആളുകൾക്ക് മുഴുവനും ഞാൻ പറഞ്ഞത് അക്ഷരത്തിലും അർത്ഥത്തിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല, ഒരു ഉറപ്പും എനിക്കില്ല. പിന്നെ എന്തിനാ പിന്നെ വരുന്നത്? ചില ആളുകൾ പറയാം നമുക്കൊന്നും പറഞ്ഞാൽ തലയിൽ കയറില്ല, വേറുള്ള ദുന്യാവിന്റെ കാര്യങ്ങളോ അതേ കയറുള്ളൂ തലയിൽ. അത് ആര് പറഞ്ഞാലും വേണ്ടില്ല, അപ്പം അത് ടൈപ്പ് ചെയ്ത് അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ പതിഞ്ഞു. അതിങ്ങനെ ഒരൊറ്റ ഇടം കണ്ടിട്ട് നോക്കി ആ വിഷയം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കമ്പ്യൂട്ടർ ലോകത്താണല്ലോ. അതേ സമയത്തോ ഇതിങ്ങനെ വാരിയിട്ട് കൊടുത്തു, കോരി കൊടുത്തു, കണ്ണിലും മൂക്കിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് അങ്ങോട്ട് ഒഴിഞ്ഞു പോവുക. അതിന് ഒരു പ്രത്യേകമായ ഒരു പോയിന്റ് ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് നടന്നൊരു പോയിന്റ് ഉണ്ട്. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അങ്ങനെ അത് പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ജനങ്ങൾ പല വിഭാഗമാണ്. നമുക്ക് ഇൽമു എന്ന് പറയുന്ന ലക്ഷ്യം അള്ളാഹുവിന്റെ ലോകത്ത് മനുഷ്യനെയും മൃഗത്തെയും സത്യവും അസത്യവുമായി വിഭജനമുണ്ടാക്കിയ ഒരു വസ്തു അത് അറിവാകുന്നു. അറിവ് കൊണ്ടല്ലാതെ മനുഷ്യനെ
അറിവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ അർത്ഥം അറിയുന്ന. ബുദ്ധി പറഞ്ഞാൽ ഇവിടെ പട്ടിക്ക് ബുദ്ധിയുണ്ട്, പന്നിക്ക് ബുദ്ധിയുണ്ട്, ഉറുമ്പിന് ബുദ്ധിയുണ്ട്. ഈ ലോകത്ത് ഇപ്പൊ നമ്മളെ നാട്ടിൽ വല്ല വലിയ മാരകമായ കേസ് കവർച്ചകളൊക്കെ നടന്നാൽ അവസാനം പോലീസിനൊക്കെ ആകെ ഒളിച്ചു കൈയൊക്കെ മലർത്തി നമ്മൾ പോലീസിന് പട്ടിനെ കൊണ്ടുവരാ. പോലീസ് പട്ടി വരണ്ട് എന്ന് കേൾക്കുമ്പോൾ കള്ളന്മാർക്ക് ആകെ ബേജാറായി. മനുഷ്യന്റെ ബുദ്ധിക്ക് കൊള്ളാത്ത സാധനം പട്ടി കുപ്പായൊക്കെ ഇട്ട് വന്നു, പട്ടി ആളെ പിടിച്ചു. അപ്പൊ ആള് അല്ലാത്തൊരു ബുദ്ധി തന്നെ പട്ടിന്റെ ബുദ്ധിയാണ്. അതേ സമയത്ത് ഒരു വലിയ മാരകമായ കേസിൽ കുടുങ്ങിയതായിരിക്കുന്ന ആ കളവ് കേസിൽ പെട്ടതായിരിക്കുന്ന ആ പുള്ളിയെ പിടിച്ച് ഇവിടെ കൊടുന്നാക്കിയതിന് ശേഷമായിട്ട് പട്ടീനെ എന്ത് ചെയ്ത് വിട്ടപ്പോ പട്ടി വേറെ ആൾ മറക്കുന്ന കാഷിച്ച് ഓടി അത് തിന്നാനാ പോണത്. നിങ്ങൾ പറയും പോലീസ് പട്ടി ഒന്നും കാഷം തന്നില്ല എന്ന്, അതായത് സ്വഭാവ ലേശം തിന്നു വിട്ടുനോക്കി. നിങ്ങൾ ആരും വിട്ടോരില്ല, കേട്ടല്ലോ ഉള്ളൂ. അതേ സമയത്ത് അപ്പുറത്ത് വേറെ നല്ല ബിരിയാണി സാധനമൊക്കെ വിളമ്പിച്ച് പട്ടി ആദ്യ ലേശം കഴിച്ചിട്ടേ മൂപ്പര് ഇത് കഴിക്കാൻ വരുള്ളൂ. അപ്പൊ മനസ്സിലായി, അപ്പൊ ആൾക്കാരെ പട്ടിക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ വിശേഷ ബുദ്ധിയില്ല. ഈ പട്ടിക്ക് നജസ് ഏതാണ്, കാഷ്ടം ഏതാണ്, അതല്ലെങ്കിൽ നല്ലതേതാണ്, ഭക്ഷണം വകതിരിക്കാനുള്ള ബുദ്ധിയുണ്ടോ? ആ ബുദ്ധി പട്ടിക്കില്ല. അതാർക്കേ ഉള്ളൂ, അത് മനുഷ്യനാണ്. അപ്പൊ മനുഷ്യബുദ്ധി റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലതും ചീത്തതൊക്കെ വകതിരിക്കാനുള്ളതായ ഒരു കഴിവാകുന്നു. ഹക്ക് ബാത്തില്, ഹറാമ് ഹലാല്, അതുപോലെ നജസ് താഹിർ, ഇതൊക്കെ വകതിരിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനക്കാണ് കൊടുത്തത്. വേറെ ഒരു മൃഗത്തില്ല. രൂപത്തിൽ മനുഷ്യന്റെ രൂപമുള്ളത് അതിന് നല്ല ആൾക്കുരങ്ങല്ലേ, മനുഷ്യന്റെ രൂപം ഉണ്ടല്ലോ. അതേ സമയത്ത് മൂപ്പരുടെ സ്വഭാവം ഹക്കും ബാത്തിലും വേറെ ഒരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുമില്ല, കുരങ്ങനുമില്ല, പിന്നെന്തിനാണ് ഒരു സാധനത്തിനുമില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനക്ക് മാത്രം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറളഹും അലൽ മലായിക ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ കുന്തും സാദിഖീൻ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മഹത്വങ്ങൾ അവിടെ വെളിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അറിവ് എന്ന് പറയപ്പെടുന്ന ഈ നല്ലതും ചീത്തതും വേർതിരിക്കാനുള്ള ആ വസ്തു ഇൽമായതുകൊണ്ട് തന്നെ ഇൽമ എന്നുള്ള അറബി ഭാഷയിൽ ഐന് ലാമ് മീമ് ഈ 3 അക്ഷരത്തിൽ ഇൽമ് പറഞ്ഞാൽ അത് ശറഈയായ ഇൽമിനേ പറയുള്ളൂ. എഞ്ചിനീയർ ഭാഗം അറിയുന്ന ഒരാൾ വലിയ എഞ്ചിനീയർ ഭാഗമൊക്കെ പഠിച്ചു വന്നു, ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്, റഡാർ പരിശോധിക്കുന്ന എഞ്ചിനീയറാണ്, വലിയ ആര്യമാനാരെങ്കിലും പറയാലുണ്ടോ? വലിയ പണ്ഡിതനാണ് മൂപ്പര്, എന്താ മൂപ്പര് എഞ്ചിനീയറാ ഇത് പറയലില്ല. വലിയൊരു ഡോക്ടറാണ്, അമേരിക്കയിൽ നിന്ന് വന്ന വലിയ ഡോക്ടറാണ്, അല്ലെങ്കിൽ ജപ്പാനിയാണ്, ജർമ്മനിയാണ്, നമ്മളാരും പറയില്ല വലിയ ഡോക്ടറാണെന്ന് പറയും, വലിയ വിദഗ്ധനാണ്, യോഗ്യനാണെന്നൊക്കെ പറയും. അതേ സമയത്ത് അള്ളാഹുവിന്റെ ശറഈയായ ഒരു ഇൽമു, ഏറ്റവും വലിയ ഇൽമു പഠിച്ചു വന്ന ആളെ പറ്റി നമ്മളെന്താ പറയാ, ആള് വലിയ ആലിമാണ് പറയും. അപ്പൊ ഈ അറബി ഭാഷയില്, അറബി ഭാഷയുടെ മഹത്വം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അറബി കളച്ചിത്തരാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ ഇൽമു എന്ന് പറയപ്പെടുന്ന ഈ പരിശുദ്ധമായിരിക്കുന്ന വാക്കിന് അള്ളാഹുവിന്റെ അരികിൽ വലിയ മഹത്വമാണുള്ളത്. എത്രത്തോളം? ഇദാ സലക തരീഖൻ യത്ലുബു ഫീഹിൽ ഇൽമ സഖലല്ലാഹു തരീഖൻ ഇലൽ ജന്നാഹ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കേട്ടോ, ലോകത്ത് ഏറ്റവും വലിയതായ ധനാഢ്യന്മാരുണ്ടാകും, ദരിദ്രന്മാരുണ്ടാകും, ഇവിടെ സ്ത്രീയുണ്ട്, ഇവിടെ പുരുഷനുണ്ട്, ഇവിടെ പട്ടികക്കാരനുണ്ട്, വലിയതായ ഐശ്വര്യത്തിലും ജീവിക്കുന്ന വലിയ ധനികന്മാരും മുതലാളിമാരും ഇവിടെ ഉണ്ട്, കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ ഇൽമ അവനില്ല എങ്കിൽ ആ മനുഷ്യൻ നേരത്തെ പറഞ്ഞ പട്ടിയേക്കാണ് അതപ്പതിച്ചു പോയി. അങ്ങനെയുള്ളതായ മഹത്തായ ഇൽമ തേടാൻ വേണ്ടി ഒരു മനുഷ്യൻ കടന്നാൽ, ആര് കടന്നാലെന്ന് പറഞ്ഞില്ല, അത് പഠിക്കാൻ വേണ്ടി ഏത് ഇൽമ എന്നും പറഞ്ഞില്ല, അള്ളാഹു പൊരുത്തപ്പെടുന്നതായ ഇൽമിനേക്കാണ് ഇൽമ എന്ന് പറയാന്ന് ഞാൻ പറഞ്ഞുപോയി. ബാക്കിയുള്ളതിനെങ്ങനെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രയോഗം മാത്രമല്ലാതെ സാക്ഷാലുള്ള പ്രയോഗമല്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, സഖറല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്നാഹ്. അവൻ ഇപ്പോൾ കടന്നതായ മാർഗം അത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. ആ വഴി അവർക്ക് അല്ലാഹു തആല ആകർഷിപ്പിക്കുന്ന വഴിയും എളുപ്പമുള്ള വഴിയാക്കി കൊടുക്കുമെന്ന് നബി തങ്ങൾ നമ്മളോട് വാഗ്ദാനം ചെയ്യുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും താമസിച്ചു കൊണ്ടിരിക്കുന്ന പാർപ്പിടങ്ങളിൽ നിന്ന്, നിങ്ങളുടേതായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ നിന്ന്, പാവപ്പെട്ടതായിരിക്കുന്ന നമ്മളെല്ലാവരും ഓടിയെത്തിയിട്ട് എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കണം, എനിക്ക് ഹജ്ജിന് പോകുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ ആ ക്ലാസിന്റെ പുണ്യം എനിക്ക് കിട്ടണമെന്ന് സാധാരണക്കാരനായ ഒരു പോകാത്ത മനുഷ്യൻ ഉദ്ദേശിച്ച് വന്നാൽ എവിടേക്കാണ് പോകുന്നത്? സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്നാഹ്. സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് കടന്നു പോകുന്നത്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ മഹളായ ഫദ്ൽ കൊണ്ട് ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരും വന്നത് വെറുതെ ആയിട്ടില്ലട്ടോ, നിങ്ങൾ അങ്ങനെ ധരിച്ചുകൊണ്ട എന്ന് വന്ന് ആ ക്ലാസ് ഒന്നും ഉണ്ടായില്ല, എല്ലാം ഉണ്ടായി. അള്ളാഹു നമ്മുടെ ലക്ഷ്യം സഫലീകരിക്കണം, അതാണ് നമ്മുടെ വലിയതായിരിക്കുന്ന ലക്ഷ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അത്ര വലിയ പോലീസുള്ള കാര്യമാണ്. അങ്ങനെ വന്നു കൂടിയിട്ട് പറയുന്നത് മുഴുവനും തിരിഞ്ഞില്ലെങ്കിലും വന്നതാ ലക്ഷ്യം, അത് ഹായിബായിട്ടില്ല. അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒന്ന് ലക്ഷ്യമാക്കി വന്നിട്ട് അവന്റെ ശരീരപ്രകൃതി അനുസരിച്ച് അവന്റേതായിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ വീലിയതിന്റെ വിശാലത കുറവുകൊണ്ടോ അവന്റേതായിരിക്കുന്ന ആ കമ്പ്യൂട്ടറിൽ അത് പതിഞ്ഞില്ല എങ്കിലും ഹായിബായിട്ടില്ല.
ചിലർക്ക് മനസ്സിലാവും. ഈ 40 4 മാസം ഇവിടെ ക്ലാസ് നടന്നാലും മനസ്സിലാവാൻ ചിലർക്ക് പറ്റിയെന്ന് വരികയില്ല. എന്നാലും നമ്മൾ ഖായിബാവുകയില്ല. നബി തങ്ങൾ വലിയതായ മഹത്വങ്ങളെല്ലാം ഇങ്ങനെയുള്ള ആളുകൾക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ബഹുമാനത്തോടുകൂടെ വന്ന് ഈ മജ്ലിസിന്റെ ബർക്കത്ത് അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ മലായിക്കത്തിന്റെ ആശീർവാദത്തോടുകൂടെ കാത്തിരിക്കുന്ന നമുക്ക് ഇതിന്റെ ഓഹരികളൊക്കെ ഓഹരി ചെയ്തിട്ട് വിഹിരിക്കുമ്പോൾ ഓടിച്ചെന്ന് വാങ്ങുമ്പോഴാണ് നമ്മുടെ കയ്യിൽ സ്ഥലം മതിയാവുന്നില്ല, ബേഗിൽ മതിയാവുന്നില്ല. എത്ര കൊണ്ടായാലും പാത്രങ്ങൾ തയ്യാതെ കണ്ട് അള്ളാഹു പ്രതിഫലം തരപ്പെടുന്ന ഒരു നാളുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, നമുക്കിതൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. ഇതൊക്കെ റബ്ബ് തിരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് മനസ്സിലായാലും ശരി മനസ്സിലില്ലെങ്കിലും ശരി, നിങ്ങൾ സൗകര്യമുള്ള ആളുകളൊക്കെ ഈ സമയത്തിന്റെ ഉള്ളിൽ ഇവിടെ വന്നിരുന്നിട്ട് വലിയൊരു പ്രതീക്ഷ ഉണ്ടാവട്ടെ. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹുവിനോട് ഇങ്ങനെ ദ്വാരക്കുക. ഇവിടെ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ദ്വാരന്നാൽ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പടച്ചവനെ ഹജ്ജിന് പോകുന്ന ആളുകൾക്കും അവർ ആർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാൽ അവരുടെ ദുആയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞതിൽ ഹജ്ജിന് പോകുന്ന മനുഷ്യങ്കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് വൽ മുജാഹിദു അലല്ലാഹ്, മുജാഹിദിനെ പോലെയാണ്, യുദ്ധശാലിയാണ്. ഈ ഇസ്ലാമിന് വേണ്ടി യുദ്ധം നടത്തുന്ന പരാക്രമിയാണ് അവൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ സെക്യൂരിറ്റികളും അവന്റെ സംരക്ഷണങ്ങളും ഉള്ളതായ ആളുകളിൽ അവൻ പെട്ടുപോയിരിക്കുന്നു. ഹജ്ജിന് പോകുന്ന ആള് അവൻ എന്ത് ചെയ്യുന്ന അള്ളാഹുവിനോട് അള്ളാഹു മറുപടി കൊടുക്കുന്ന ഉത്തരം കിട്ടപ്പെടുന്നതായ ഒരു മജ്ലിസാണ്. അതുകൊണ്ട് ആരും വരാതിരിക്കരുത്. പ്രതിബന്ധങ്ങൾ സ്വയമായി ഉണ്ടാക്കി തീർത്തിട്ട് ഇതിനെ തടസ്സപ്പെടുത്തരുതായിരിക്കാൻ വേണ്ടി ഞാൻ ചില ഉദാഹരണങ്ങളും ചില ശ്രേഷ്ഠതകളും ഫലായിലുകളൊക്കെ പറഞ്ഞു വെച്ചതാണ്. എല്ലാവരും ഇതിനു വേണ്ടി വളരെ ആഗ്രഹയോടുകൂടെ വന്നിട്ട് അവസാനമായി പഠിക്കുന്ന ആളുകൾക്ക് പഠിച്ചില്ലെങ്കിലും പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളിൽ വരുമ്പോൾ ഈ നല്ല വിശാലമായ മനസ്സുള്ള ആളുകൾക്ക് അവിടെ അല്ലാഹു തആല ഒരു സുഹ്ല് അതിന്റെ ആവശ്യമാകുന്ന സമയത്ത് ഒരു ഓർമ്മശക്തി ഉണർത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഹജ്ജ് അത് മബ്റൂറിന്റെ മക്കാമിലെത്തും ഇൻഷാ അല്ലാഹ് ഒക്കെ പറയും. മഖ്ബൂലാവുക എന്ന ആ കാര്യം അല്ലാഹു ഏറ്റെടുത്തതാണ്. മബ്റൂറാവുക എന്ന കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് രണ്ടിന്റെ ഇടയിലുള്ളതായ വ്യത്യാസങ്ങൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയത്തിലായി നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ പള്ളിയിൽ മഹത്തായ ലക്ഷ്യത്തിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തുവരുമാറാവട്ടെ. ലാഹിയും ബാത്തിനും മാനസികവും ശാരീരികവുമായ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. ഖൈറായ മുറാദുകളെല്ലാം അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹളായ ഫളലുകൊണ്ട് നമ്മയും നമ്മുടെ അഹ്ലുകാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പള്ളിയിലിരിക്കുമ്പോൾ ഇഅ്തികാഫിന്റെ നിയ്യത്ത് അഥവാ അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഈ പള്ളിയിലിരിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്യണം. അത് വലിയ പ്രതിഫലമുള്ള ഒരു മഹത്തായ ഒരു ഇബാദത്താണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ തുടക്കം ഇതേ ക്രമത്തിലുള്ള ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജ് കർമ്മത്തിന്റെ രൂപം ആരിൽ നിന്നെല്ലാം തുടങ്ങി വെച്ചു, ആരെല്ലാം ഈ മഹത്തായ കർമ്മങ്ങൾ നിർവഹിച്ചു എന്നതിനെ സംബന്ധിച്ച് സംക്ഷിപ്തമായ രൂപത്തിൽ നാം മനസ്സിലാക്കി. പരിശുദ്ധമായ ഹജ്ജ് എന്നുള്ളത് മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇസ്ലാം പൂർത്തീകരിക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ വഹയ്യ് കൊണ്ട് മലക്കിനയക്കും. പക്ഷേ മലക്ക് വന്ന വിവരങ്ങൾ ബാഹ്യമായിട്ട് സ്വഹാബികൾക്ക് മിക്കതും അറിയാറില്ല. മലക്കവിടെ ഉണ്ട് എന്നുള്ള കാരണം മലക്കിനെ കാണാനുള്ള ഒരു കഴിവ് മനുഷ്യനിക്കില്ല. ജിന്നുവർഗത്തെ കാണാനുള്ള കഴിവുകളും മനുഷ്യനിക്കില്ല. പിശാചിനെ കാണാനുള്ള കഴിവുകളുമില്ല. ആ രൂപത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അത്ഭുതകരമായ നിലയിൽ കറാമത്ത് മുഅ്ജിസത്ത് എന്ന് പറയപ്പെടുന്ന അമാനുഷിക അസാധാരണ കഴിവുകളെ കൊണ്ട് ചിലപ്പോൾ കണ്ടെത്തിക്കാം. മാനുഷികമായ കഴിവിൽപ്പെട്ടതല്ല. എന്നാൽ ഹജ്ജിനോട് ബന്ധപ്പെട്ട ഇസ്ലാമികമായ കാര്യം ബാഹ്യമായ രൂപത്തിൽ തന്നെ പരസ്പര സംഭാഷണത്തിൽ കൂടെ ഒരു വ്യക്തിയെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കർമ്മനിർവഹണം കൊണ്ട് കൽപ്പിച്ചത്. ദീർഘമായ ഒരു ഹദീസിൽ കാണാം, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബൈനമാ നഹ്നു ജുലൂസും ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ് തലഅ അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബി വശദീദു സവാദി ശഅരി ലാ യുറാ അലൈഹി അസറു സഫരി വലാ യഅരിഫു മിന്നാ അഹദുൻ. അങ്ങനെ തുടങ്ങിയങ്ങനെ പോകുന്നുണ്ട്.
ഒരു ദിവസം ഞങ്ങൾ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുകയായിരുന്നു. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ പെട്ടെന്ന് ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ ബാഹ്യമായ രൂപം ഷദീദ് ബയാദ് സിയാബാണ്, വളരെ വെളുപ്പുള്ള ഒരു ഡ്രസ്സാണ് അദ്ദേഹം ധരിച്ചത്. സാധാരണ വെളുത്ത വസ്ത്രം പോലെയല്ല, ഷദീദാണ്, ഭയങ്കരമായ വെളുപ്പ്. അതിന്റെ ആ കതിരങ്ങൾ കണ്ണിലേക്ക് തറച്ചു പോകും. അത്ര പ്രകാശമുള്ളതായിരിക്കുന്ന, വെളുപ്പ് കൊണ്ട് പ്രകാശമുള്ളതായിരിക്കുന്ന ഒരു വസ്ത്രമാണ് ധരിച്ചത്. അതോടുകൂടെ ഷദീദ് സവാദി ശൈരി, മുടിയുടെ കറുപ്പോ, നല്ല യുവത്വമുള്ളതായ ശക്തിയായ കറുപ്പുള്ള നല്ല മുടി, കാണാൻ വളരെ അഴകുള്ളൊരു മനുഷ്യൻ, ചുറുക്കുള്ള ചെറുപ്പക്കാരനായ വ്യക്തി. വലായുറാലിഹി അസറു സഫരി, യാത്രക്കാരൻ എന്ന് പറയാനൊക്കുകയില്ല. വലായരിഫുഹു മിന്നാ അഹദും, ഞങ്ങൾ അധിക ആളുകളും അദ്ദേഹത്തെ അറിയുകയുമില്ല. മറുനാടുകളിൽ നിന്ന് വന്ന വ്യക്തിയാണെങ്കിൽ, ഒരു യാത്രക്കാരൻ വന്നാൽ ഏത് രൂപത്തിലാണെങ്കിലും വസ്ത്രത്തിനൊരു മുഷ്ടിൽ കാണാം, മുഖത്തിന് ചെറിയൊരു വാട്ടം കാണാം, എന്തെങ്കിലും ഒരു അടയാളം, ഒരു യാത്ര പോയതിന്റെ ഒരു ലക്ഷണവുമില്ല. അങ്ങനെ ആൾ വന്നു. ഫജലസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി വവളഅ കഫൈഹി അലാ ഫഖിദൈഹി. വളരെ വിശാലമായ ഒരു ഹദീസാണ്. ഞാനൊരു ഉദാഹരണത്തിന് മാത്രം പറഞ്ഞ് മറ്റു വിഷയത്തിലേക്ക് പോവുകയാണ്. അയാൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവിടെ ഇരുന്നു, രണ്ട് കൈകൾ വെച്ചു, അലാ ഫഖിദൈഹി, അയാളുടെ കാലിന്റെ തുടയുടെ മേൽ വെച്ചു. റിപ്പോർട്ട് പ്രകാരം റസൂലുള്ളാഹിന്റെ മടിയിൽ വെച്ചു എന്ന്, അതിനേക്കാണ് അളവ് അയാളുടെ തുടയിൽ തന്നെ വെച്ചു. വളരെ ബഹുമാനത്തോടുകൂടെ, അച്ചടക്കത്തോടുകൂടെ, ആദരവോടുകൂടെ അയാൾ ചോദിച്ചു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം. ഇത് ഞങ്ങളിങ്ങനെ കാണുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. ആർക്കും അദ്ദേഹത്തെ അറിയുന്നില്ല. അത്ഭുതകരമായ ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹം എല്ലാവരും മനസ്സിലാക്കി എന്നല്ലാതെ ആരും അറിയുകയില്ല. ഷാമിൽ നിന്ന് അല്ല കച്ചവട സംബന്ധമായി വന്ന ആളോ, അതല്ല ഇറാഖിൽ നിന്ന് വന്ന ആളോ, മിസ്രിൽ നിന്നോ, അതല്ലെങ്കിൽ മക്കായിൽ നിന്നോ ആർക്കും ഒരു പരിചയമില്ല. ഇയാൾ അങ്ങനെ ഇരുന്നു, അങ്ങനെ ചോദിച്ചു, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി വ തുഖീമ സ്വലാത്ത വ തൂതിയ സക്കാത്ത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീലാ. ഖാല സദഖത. നബി തങ്ങൾ ആദ്യമായി പറഞ്ഞു കൊടുത്തത് ഷഹാദത്ത് കലിമ നിങ്ങൾ എന്ത് ചെയ്യുക, നാവ് കൊണ്ട് വ്യക്തമാക്കി പറയണം, മനസ്സിൽ അതിന്റെ അർത്ഥം ഉറച്ചതിന്റെ ശേഷം. അതിനാണ് ഷഹാദത്ത് എന്ന് പറയുക. ഹൃദയത്തിലെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ഒരുമിച്ച് കൂട്ടിയതിന്റെ ലക്ഷ്യത്തിന്റെ അത് മനസ്സിലാവാനുള്ള പദപ്രയോഗത്തിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. നമ്മൾ സാക്ഷിക്കാറിഞ്ഞ സാധാരണ ഉള്ളതായിരിക്കുന്ന ലഫ്ളല്ല. ഷാഹിദ് എന്ന് പറഞ്ഞാൽ ആ വിഷയം മനസ്സിലുള്ളത് അത് വ്യക്തമായി പറയുക എന്നുള്ളത്. അത് ചിലപ്പോൾ കള്ളസാക്ഷിക്കും അങ്ങനെ പറയാറുണ്ട്. ഏതായാലും അതിന്റെ ഒരു ലക്ഷ്യം മനസ്സിലുണ്ടാവണം, അത് നിങ്ങൾ ഉറപ്പിക്കണം. അള്ളാഹു ഏകനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലുമാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നത് ഒന്നാമത്തെ ഘടകമാണ്. വിഷയം വർണ്ണിക്കാനോ വിശദീകരിക്കാനോ ഇപ്പോൾ അവസരം അനുകൂലമല്ലല്ലോ. അള്ളാഹു ഏകനാണെന്ന് എങ്ങനെ വിശ്വസിക്കണം എന്ന് വെക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ചുള്ള വാക്കുകളാ പിന്നെ പറയാനുള്ളത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അള്ളാഹുവിന് 20 വാജിബായ സിഫത്തുകളുണ്ട്, 20 മുസ്തഹീലായ സിഫത്തുകളുണ്ട്. അതായത് അള്ളാഹ്ക്ക് ഉണ്ടായേ പറ്റുകയുള്ളൂ എന്ന വിശേഷണങ്ങൾ 20 എണ്ണം ഉണ്ട്. അപ്പോഴേ അള്ളാഹ് പറ്റുകയുള്ളൂ. 20 എണ്ണം ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല. അങ്ങനത്തെ വിശേഷണം 20 എണ്ണം ഉണ്ട്. ഒന്ന് ജായിസാണ്, ഉണ്ടാവുകയും ചെയ്യുക, ഇല്ലാതിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ 41 വിശേഷണങ്ങളുള്ള ഒരു വസ്തുവിനാണ് അള്ളാഹു എന്നും ഇലാഹ് എന്നും പറയാനുള്ളത്. മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അള്ളാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമും ഗനീ വവാഹിദും വഹൈ ഖാദിർ മുരീദുൻ ആലിമും ബികുല്ലി ശൈ. അങ്ങനെ തുടങ്ങിയിട്ട് ആ വിശേഷണങ്ങൾ പറയുന്നു. അതേ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉറപ്പിക്കണം. രണ്ടാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. അംബിയാ മുർസലീങ്ങൾക്കും വിശേഷണങ്ങളുണ്ട്. അർസല അംബിയാ ദവി ഫതാന ബിസ്ദിഖി വത്തബ്ലീഗി വല്ലമാന എന്നൊക്കെ പറഞ്ഞിട്ട് മദ്രസയിൽ പഠിച്ച ആളെ ഇപ്പൊ മദ്രസ പഠിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. എത്ര പ്രായ ആളുകളാണെങ്കിലും അവരുടെ തുടക്കത്തിൽ മദ്രസന്റെ സമ്പ്രദായങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം. അങ്ങനത്തെ പോലെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടാവുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. രണ്ടാമതായി പറഞ്ഞു കൊടുക്കുന്നത് വതുഖീമ സ്വലാഹ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാവണം, നിസ്കരിക്കുന്നവരാവ. തുസല്ലിയ എന്നുള്ള പദം അങ്ങോട്ട് വിട്ടിട്ട് വതുഖീമ സ്വലാഹ്, നിങ്ങൾ നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരാവണം. അഥവാ അതിന്റെ കൃത്യമായ ടൈം തെറ്റുന്നതിന്റെ മുമ്പായിട്ട്
നിങ്ങൾ ശരിക്കും അത് നിർവഹിക്കുന്നവരാവണം. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. നമ്മൾ വേക്കിലേക്ക് നോക്കിയാൽ നമ്മുടെ ഔഖാത്തു സലാത്ത് എന്നൊക്കെ പറയുന്നാലേ മവായിദുൽ അദാൻ എന്നും വല്ലിഖാമ എന്ന് പറയുന്ന ബോർഡിന്റെ ആദ്യമായിട്ട് ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. മുഅ്മിനീങ്ങൾക്ക് നിസ്കാരം വഖ്ത് നിർണയിക്കപ്പെട്ടതായി അല്ലാഹു നിർബന്ധമാക്കി. വഖ്തുണ്ട് നിസ്കാരത്തിന്, എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പറ്റുകയില്ല. ആ വഖ്ത് ആവുന്നതിന് മുമ്പ് നിസ്കരിക്കാനും പാടുള്ളതല്ല. വഖ്ത് വിട്ടുകിടക്കുന്നവരേക്കും അകാരണമായി അതിനെ ബന്ധിക്കാനും പറ്റുകയില്ല. ഇങ്ങനത്തെ വ്യക്തിക്കാണ് മുഖീമുസ്സലാ എന്ന് പറയുന്നത്. അതാണ് മുഅ്മിനീങ്ങൾക്ക് ഫർളാക്കിയിട്ടുള്ളത്. മറ്റത് മുനാഫിക്കിന്റെ നിസ്കാരമാണ്. മുനാഫിക്ക് നിസ്കരിക്കും, കാഫിർ നിസ്കരിക്കും, മുശ്രിക്ക് നിസ്കരിക്കും. പരിശുദ്ധ ഖുർആനിൽ കാണാവും മാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വ തസ്ദിയാ. കാഫിരീങ്ങളായ മുശ്രിക്കീങ്ങളുടെ നിസ്കാരം കഅബത്തിന്റെ അരികിൽ വെച്ചുകൊണ്ടുള്ള നിസ്കാരം നമ്മളെപ്പോലുള്ള സുജൂദുകളോ റുക്കുവെല്ലാം ഒരു ചൂളപിടിക്കും അതുപോലെ ചെണ്ടമുട്ടുകളും പോലെയുള്ള നിസ്കാരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോരോ ആരാധന കർമ്മങ്ങളുണ്ട്. അപ്പൊ രണ്ടാമത്തതായിരിക്കുന്ന ഫർള് ഈ വന്നതായ വ്യക്തി പഠിപ്പിച്ചു കൊടുക്കുന്നത് നിസ്കാരമാണെങ്കിൽ മൂന്നാമതായി പറഞ്ഞു കൊടുക്കുന്നത് ഓ തൂത്തിയ സക്കാത്ത, നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ബദനിയായ സക്കാത്ത് നിസ്കാരം ശാരീരികമായി ചെയ്യേണ്ട പ്രവർത്തനത്തിൽ ശ്രേഷ്ഠമായത്. മൂന്നാമത് നിങ്ങളുടെ സാമ്പത്തികമായ അതുമായി ബന്ധിക്കുന്ന കർമ്മങ്ങൾ നിർവഹിക്കുക, കടപ്പാടുകൾ നിർവഹിക്കുക. അത് സക്കാത്ത് കൊടുക്കണം, മാലിയായ കടപ്പാടുകൾ. നാലാമതായി പറയുന്നത് വതസൂമ റമളാന, റമളാൻ മാസത്തിൽ നിങ്ങൾ നിയമാനുസൃതമായി നിങ്ങൾ നോമ്പ് നോറ്റോളണം. നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവാം, അവർ നോൽക്കേണ്ടതില്ല. തീരെ കഴിയാത്തവരുണ്ടാവാം, അതിന് ആ സമയത്ത് കഴിയാതെ പിന്നീട് അതിന് നിർവഹിക്കാൻ പറ്റിയവരുണ്ടാവാം. അതെല്ലാം വിശാലമായ കാര്യങ്ങളാണ്. അഞ്ചാമതായി പറഞ്ഞു കൊടുക്കുന്നത് വതഹജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീലാ, നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ വ്യക്തി വന്ന് ആവശ്യപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സദഖ്ത, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. സദഖ്ത, യെസ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. സഹാബികൾ പറയാണ് ഫഅജിബ്നാലഹു, ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഈ മനുഷ്യന് ഒന്നും അറിയാതെ കണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ജാഹിലായ ഒരു വ്യക്തി വന്ന് ആവശ്യപ്പെട്ടപ്പോ കാര്യങ്ങളൊക്കെ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ യെസ് വെക്കണമെങ്കിൽ അയാൾക്ക് ആ കാര്യം നേരത്തെ അറിയണല്ലോ. നമ്മളൊരാളോട് വിവരം അന്വേഷിക്കുമ്പോ അയാൾ പറഞ്ഞപ്പോ വളരെ ശരിയാ വളരെ ശരിയാ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ആ വിഷയം നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. അപ്പൊ ഇയാൾ നേരത്തെ അറിഞ്ഞിട്ട് പിന്നെന്തിനാ അയാൾ ചോദിക്കാൻ വരുന്നത് എന്നാണ് പിന്നെ അവിടെ ചിന്തിക്കാനുള്ളത്. അങ്ങനെ ഈമാൻ കാര്യങ്ങളും ഖിയാമത്ത് അടയാളങ്ങളൊക്കെ പറഞ്ഞ് അവസാനമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബികളെ ഹാൽ തദ്റൂന, നിങ്ങൾക്കറിയാമോ മൻ അതാ ഇലൈക്കും, ആ വന്നതായ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബികളെല്ലാവരും പറഞ്ഞു നബിയേ ലാ നഅരിഫുഹു, അദ്ദേഹത്തെ ഞങ്ങൾ ആരും തന്നെ അറിയുകയില്ല. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ സഹാബികളെ, ആ വന്നത് ജിബ്രീൽ അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീന് നിങ്ങളുടെ മതം പഠിപ്പിക്കാൻ വേണ്ടി വന്ന മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാ വന്നത്. അപ്പൊ മലക്ക് മനുഷ്യ രൂപത്തിൽ വന്നപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ഇത് ഒരു അത്ഭുതകരമായ അപൂർവ സംഭവമാകുന്നു. നിങ്ങളുടെ മതം പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ആ വന്ന മലക്ക് പഠിപ്പിച്ചത് മതമാകുന്നു. ഈ മതത്തിന് എതിരായ ഒരു പ്രവർത്തനം സംഭവിച്ച ആ മതത്തിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ബാഹ്യമായ നമ്മുടെ സംസാര വിഷയങ്ങളോ അല്ലെങ്കിൽ ബാഹ്യമായ നമ്മുടെ ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ ദേശമോ ഭാഷ ഇതൊന്നും നോക്കിയിട്ടല്ല മതം ഉണ്ടാകുന്നത്. മതം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ശൈലിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരായ മലായിക്കത്തുകൾ മുഖേന നബിതങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ വിഷയം ഉത്തരവാദിത്തം നാം ഏറ്റെടുത്തൊരു കർമ്മമാണ്. അതിന്റെ അഞ്ചാമത്തതായ കാര്യമാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. അതൊരു ഫർളായ ഒരു അമലാണ്. അതുകൊണ്ടേ മതം പൂർണ്ണമാവുകയുള്ളൂ. അതിന് കഴിവുള്ളതായ ഒരു വ്യക്തി ആ വിഷയത്തോട് അതിനോട് സഹകരിക്കാതെ കണ്ട് ആ വിഷയം ശ്രദ്ധിക്കാതെ കണ്ട് സാരമില്ല എന്ന് വെച്ചാൽ അവൻ മതം ഉൾക്കൊണ്ടവനല്ല. അവൻ മതം ഉൾക്കൊണ്ടവനല്ല. തറവാട് കൊണ്ട് പരമ്പരാഗതമായിട്ടോ അവന്റെ വാപ്പ ഉപ്പാപ്പമാരായി മുസ്ലിമീങ്ങളാ, പക്ഷേ ഇവനത് ശ്രദ്ധിച്ചില്ല എങ്കിൽ അവൻ മതം ഉൾക്കൊണ്ടവനല്ല. അതുകൊണ്ട് ആ മഹത്തായ കാര്യത്തിന്റെ നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെയുള്ള മുമ്പറിഞ്ഞിരിക്കേണ്ട ഏകദേശം 29ഓളം വരുന്ന മുഖദ്ദിമകൾ ഇതിനുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചു. അത് മുഴുവൻ ഇവിടെ പറയാ എന്നുള്ളത് പ്രായോഗികമല്ല. പരമപ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങളെല്ലാം ഉണർത്തും. അതിൽ ചിലതെല്ലാം നമുക്ക് മനസ്സിലാക്കി ഉൾക്കൊണ്ടാലേ നമ്മുടെ ഹജ്ജ് മബ്റൂറാവുകയുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞു മഖ്ബൂലാവുക എന്നുള്ള കാര്യം നമ്മുടെ ബാധ്യതയല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്നുള്ളത് അത് അവന്റെ കടപ്പാടിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ അവന്റെ വാഗ്ദാനമാണ്.
കടപ്പാടൊന്നും അള്ളാഹുവിന് നമ്മളോട് ആരോടൊരു കടപ്പാടുമില്ല. അള്ളാഹു ഒരു വാഗ്ദാനമാണ്, അവന്റെ അടിമകളല്ലേ. എന്തൊരു കടപ്പാടാ നമുക്ക് നമ്മളോട് അള്ളാഹുവിനുള്ളത്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ സത്യവിശ്വാസികളോട് അള്ളാഹു തആലക്ക് പാലിക്കപ്പെടാവുന്ന ഒരു വാഗ്ദാനമാകുന്ന കടപ്പാടുണ്ട്. അത് അള്ളാഹു വാഗ്ദത്തം ഒരിക്കലും പാലിക്കാതിരിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിയാദ്. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് നമുക്ക് ഭക്ഷണം തരാന്നുള്ളത് അള്ളാഹുവിന് നിർബന്ധമാണ് എന്ന് നമുക്ക് പറയാനൊക്കുകയില്ല. അത് അള്ളാഹുവിന്റെ അദലിൽ പെട്ടതാകുന്നു, അവന്റെ വാഗ്ദാനത്തിൽപ്പെട്ടതാണ്. അള്ളാഹു നമുക്ക് ഭക്ഷണം തരിക, നമ്മയെ പോറ്റുക. അത് വഴിപ്പെട്ടവനും ഉണ്ടാവാം, വഴിപ്പെടാത്തവനും ഉണ്ടാവാം. റഹ്മാൻ എന്ന് പറയപ്പെടുന്ന ഒരു സ്വഭാവം അവനുണ്ട്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുക. നിസ്കരിക്കുന്നവനും കൊടുക്കും, നിസ്കരിക്കാത്തവനും കൊടുക്കും. ചിലപ്പോ വഴിപ്പെടാത്തവനായിരിക്കാം അധികം ഇവിടെ ഉണ്ടാവുക. അള്ളാഹുവിന് വഴിപ്പെടാതെ ധിക്കരിച്ചുകൊണ്ട് തോന്നിവാസങ്ങളും അക്രമങ്ങളും അനീതികളുമായി നടക്കുന്ന ഹക്കും ബാത്തിലും സത്യവും ഇല്ലാത്തതായ വ്യക്തികളാണ് ഇവിടെ സുഖസുന്ദരമായി ജീവിക്കുന്നത്. അവർക്ക് മാരകമായ രോഗങ്ങളോ കട്ടപ്പാടുകളോ പരീക്ഷണങ്ങളോ ഒന്നുമില്ല. നല്ല ലാഭമുള്ള കച്ചവടങ്ങളാണ്, നല്ല ശമ്പളമുള്ള ജോലികളാണ്, നല്ല ആഫിയത്തുള്ള ശരീരങ്ങളാണ്. എവിടെ നോക്കിയാലും അനുകൂല സാഹചര്യങ്ങളാണ് ആർക്കുള്ളത്? ഇവിടെയുള്ള തോന്നിവാസികൾക്ക്. അതേ സമയത്ത് അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന എത്രയോ നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. നമസ്കാരങ്ങളും നോമ്പുകളും അതുപോലെ നല്ല ചിന്താഗതികളും സത്യമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഇവിടെ നഷ്ടവും ഇവിടെ പരാജയവും ഇവിടെ പരീക്ഷണങ്ങളുമാണ്. അത്ഭുതപ്പെടുന്നു നമ്മള്, എന്ത് പറ്റിയയാൾക്ക് നല്ലൊരു മനുഷ്യനാണല്ലോ എന്ന്. സഹോദരന്മാരെ, അതിലൊരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് അതിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാവുന്നു. ഏതൊരാൾ ഇവിടെ നന്നായി നടക്കുന്നോ കം ആഖിലിൻ ആഖിലിൻ അയ്യത്ത് മദാഹിബുഹു വകം ജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ. എത്രയോ നല്ല തന്റെ ഇടമുള്ളതായ നല്ല നല്ല മനുഷ്യന്മാരാണ് ഇവിടെ. ഒന്നുമില്ലാതെ കണ്ട് സഹായിക്കാൻ ആളില്ല, അവർക്ക് സമ്പത്തില്ല, അവർക്ക് ശമ്പളമില്ല, അവർക്ക് കഷ്ടപ്പാടുകളും വിഷമിക്കുന്ന രോഗം. എവിടെ നോക്കിയാലും പ്രതിസന്ധിയും. ആർക്ക് എന്ത് ഗുണം ചെയ്താലും തിരിച്ചടിയാണ്, ശത്രുതയാണ്, തിരിച്ചു കിട്ടാനുള്ള പ്രതിഫലങ്ങൾ. അങ്ങനെ എത്ര നല്ല മനുഷ്യരാണ്. വകം ജാഹിലിൻ ജാഹിലിൻ തെണ്ടികളും വെഡ്ഡികളുമാകുന്ന എത്ര മനുഷ്യന്മാരാണ്. തൽഖാഹു മർസൂഖാ. എല്ലാം നൽകപ്പെടുന്നു, എല്ലാം കാണുന്നു. എന്തൊരു അത്ഭുതമാണ്. ഒരു മഹാൻ പറയുന്നു, എന്തോ ഒരു അത്ഭുതമാണ് സംഭവം. എന്നാൽ സഹോദരന്മാർ, ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മുഴുവനും അത് തന്നെയാണുള്ളത്. ലോകത്ത് മനുഷ്യരെ വെച്ച് ഏറ്റവും മഹാന്മാരായ ആളുകൾ അമ്പിയാക്കളാണ് നമ്മൾ പഠിച്ചു. അമ്പിയാ മുർസലീങ്ങളെ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് പറയണം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ ഒക്കുകയില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അല്പാൽപ്പം കുറെ സന്ദർഭം പോലെ മനസ്സിലാക്കാം. അങ്ങനത്തെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ തുടക്കത്തിൽ, അതിന്റെ ആരംഭഘട്ടത്തിൽ മക്കയിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യപ്രഭുവായിരുന്നു. മക്കം എന്ന് പറയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ നാടാണെന്ന് എല്ലാവർക്കും അറിയാം. നബിതങ്ങൾ ഇവിടെ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ മക്കം അറിയപ്പെട്ട രാജ്യമാണ്. മക്കത്ത് വലിയ നേതാക്കന്മാരും വലിയ കച്ചവടക്കാരും വ്യവസായികളും സമ്പന്നരും ഉണ്ടായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ കുലീനമായ തറവാട്ടുകാരനും സമ്പന്നനുമാണ്. പക്ഷേ നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്ന കാരണത്താൽ തന്റെ സമ്പത്തുകൾ അല്പാൽപമായി ചെലവഴിച്ചു. പകരമായി അള്ളാഹു ഒന്നും ഏൽപ്പിച്ചു കൊടുത്തില്ല, പകരം ഒന്നും കൊടുത്തില്ല. കൊടുത്തൊക്കെ അങ്ങനെ തീർന്നുപോയി. അവസാനം അദ്ദേഹം കൈമലത്തി. ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറയുന്നതേ ഉള്ളൂ, പക്ഷേ അനുഭവിച്ചു പോയി. പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പോലും നാണം മറക്കാൻ ഒന്നുമില്ലാത്തൊരു പരീക്ഷണത്തിൽ അള്ളാഹു എത്തിച്ചെങ്കിൽ, ഇതിനേക്കാൾ നല്ലൊരു മനുഷ്യൻ ലോകത്തില്ല എന്ന് ചരിത്രം പഠിപ്പിച്ചെങ്കിൽ, ആ മനുഷ്യൻ അള്ളാഹു പരീക്ഷിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ മുഅ്മിനീങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്ത് വന്നാലും കുല്ലും മിനല്ലാഹ് കുല്ലും ഇലല്ലാഹ്. എല്ലാം അള്ളാഹുവിൻ്റെത്, എല്ലാം അള്ളാഹുവിനെ കൊണ്ട് പോകുന്നു. ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ബേജാറാവാനൊന്നുമില്ല. എന്തിനാ എന്നെങ്ങനെ ശിക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്തിനാ അള്ളാഹു ശിക്ഷിക്കുന്നത്? അയാൾ നല്ലൊരു മനുഷ്യനാണല്ലോ, എന്ത് സംഭവിച്ചു? അതല്ല, ആൾ റൂട്ടൊന്നും ശരിയല്ലേ? ഒന്നും സംശയിക്കേണ്ടതില്ല. ആ മനുഷ്യൻ അള്ളാഹു തല വേണ്ട സ്ഥലങ്ങളിൽ ശാശ്വതമായ ജീവിതത്തിന്റെ തുടക്കത്തോടുകൂടെ വാരിക്കോരി അള്ളാഹു നൽകുകയാണ്. ഈ ചെറിയ ജീവിതമാണല്ലോ, വളരെ എത്രയും പെട്ടെന്ന് ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതം. നമ്മുടെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ട്? എപ്പോ മരിക്കും? ഒരു കിട്ടിയതെല്ലാം കിട്ടി. ഏത് സമയത്തും ആ സെക്കൻഡുകളൊക്കെ നമ്മൾ കഴിഞ്ഞതൊക്കെ മരിച്ചുപോയി. ഇനി മരിക്കാനുള്ള ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏത് സമയത്തും അവ വയസ്സോ അതല്ലെങ്കിൽ സമയമോ സ്ഥലമോ ഒന്നും ഒരു പ്രശ്നം അല്ലാഹുവിനില്ല. അത് നമുക്ക് തീരുമാനിക്കാനും കഴിഞ്ഞില്ല. ലോകത്ത് എത്ര പരിഷ്കരിച്ച ശാസ്ത്രങ്ങൾ നിരീക്ഷകന്മാരുടെ വന്നിട്ടും ഇന്ന സമയത്തിന്റെ മരണമാണെന്ന് ശരിക്കും നിരീക്ഷിച്ച് വളരെ വ്യക്തമായി പറയാൻ ആർക്കും കഴിയാതെ പരാജയപ്പെട്ടു. യസ്അലൂനകാനി റൂഹ് ഖുലി റൂഹു മിൻ അംരി റബ്ബി. റൂഹാണല്ലോ മനുഷ്യന്റെ ജീവിതം. റൂഹ് എന്താണ്? നബി തങ്ങളോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, നബി ജനങ്ങൾ തങ്ങളോട് ചോദിക്കും റൂഹിനെ കുറിച്ച്. തങ്ങൾ പറയണം ആ കാര്യം എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല,
കുൽ പറയണം അർറൂഹു മിൻ അംരി റബ്ബി, അതിന്റെ തീരുമാനങ്ങളും അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥകളൊന്നും എനിക്കറിഞ്ഞുകൂടാ, അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽപ്പെട്ട. അപ്പൊ ശരീരത്തിൽ ഒരു റൂഹുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ. നമ്മളെല്ലാവരും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ റൂഹില്ലാതെ സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ. അത് എന്താണ് എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നമ്മുടെ തലയിലാണോ, തലച്ചോറ്റിലാണോ, ഹൃദയത്തിലാണോ, അതല്ല എല്ലിലാണോ, തൊലിയിലാണോ, മജ്ജയിലാണോ, മാംസത്തിലാണോ, ബ്ലഡിലാണോ, ആർക്കും ഒന്നും പറയാനൊക്കില്ല. അതങ്ങോട്ട് പിരിയാന്നുള്ളത് മരണമാണ്. അത് എപ്പോഴും സംഭവിക്കാം. അവസാന കാലഘട്ടമാകുമ്പോൾ വളരെ പെട്ടെന്നുള്ളതായ മരണങ്ങൾ ഇങ്ങനെ കൂടുതലായി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുപോലെ തന്നെ നേരത്തെ ഇല്ലാത്ത പ്രത്യേകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞു. മാ ലഹറത്തിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ, ഒരു ജനങ്ങളിലും അക്രമങ്ങളും അനീതികളും തോന്നിവാസങ്ങളും സത്യമല്ലാത്തതായ നീക്കങ്ങളും ജീവിതം ഉണ്ടാവുകയില്ല. ഇല്ലാ ലഹറത്ത് ഫീഹിൽ അസ്ഖാം അല്ലത്തി ലം തകും ഫീ അസ്ലാഫിഹിം, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇല്ലാത്ത മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മുൻകാലത്തില്ലാത്ത രോഗങ്ങൾ ഡോക്ടർമാർക്ക് വേറൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ട്യൂമർ എന്നോ എയ്ഡ്സ് എന്നോ ക്യാൻസർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ എന്തെങ്കിലും പറയണ്ടേ? ഡോക്ടർമാരല്ലേ, അവർക്ക് ഒന്നും പറയാനൊക്കെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ മോശമല്ലേ? അങ്ങനെ പറഞ്ഞു വിടുന്ന സഹോദരന്മാരെ. ട്യൂമർ എന്ന് പറയപ്പെടുന്ന രോഗം തലന്റെ ഉള്ളിൽ എന്തോ ഒരു ബ്രെയിൻ ട്യൂമർ, അങ്ങനെ പല നിലക്കും അതിന് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ചേർത്ത് ഒപ്പിച്ച് പറയുന്നു. അതിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്ത് എപ്പോൾ സംഭവിക്കുന്നു നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കേണ്ടതായ ഒരു കാര്യമാണ് ഈ ജീവൻ എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നുള്ളത്. വളരെ പ്രായം കുറഞ്ഞതായിരിക്കുന്ന ആൾ, ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ദുബൈയിൽ നിന്ന് ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന്റെ അനുജ 22 or 21 വയസ്സ് പ്രായമുള്ള ഡിഗ്രിക്കെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. മതപരമായിട്ട് ചെമ്മാട് ദാറുൽ അദ്ദേഹം പഠിക്കുന്നുണ്ട്. മറ്റുള്ള പഠിപ്പുകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന 2-3 ദിവസത്തിന്റെ ഉള്ളിലായി തലന്റെ ഉള്ളിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ചു. ഇന്നലെ മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. 21 വയസ്സ് പ്രായമുള്ള, അതിന്റെ തല ദിവസങ്ങളിൽ മുമ്പ് നടന്ന് വേറെയുണ്ട്. അപ്പൊ അതിനൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു പാവങ്ങളാണ്. നമ്മുടെ ജീവിതം നമുക്ക് തീരുമാനിക്കാൻ ഒന്നും കഴിയില്ല. എല്ലാവരും വാരി പിടിച്ചിട്ട് ഒന്നുമെല്ലാം എന്റെ കയ്യിൽ ഒതുങ്ങിപ്പോയി. എനിക്ക് വേണം എന്നുള്ള ഈ ഒരു രൂപത്തിൽ നാം ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ 5ാമത്തെ ഈ പരിശുദ്ധമായ ഫർളാവുന്ന ഹജ്ജ് കർമ്മം നിർവഹിക്കാതെ നാം മരിച്ചു പോവേണ്ട ഘട്ടം വന്നാൽ നമ്മെ തിരിഞ്ഞു നോക്കാൻ നമ്മുടെ സമ്പത്തുകളോ സന്തതികളോ സഹപാഠികളോ നമ്മോട് സഹകരിക്കാൻ ആരുമില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം അതാണെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ആ ജീവിതം എല്ലാ ഘട്ടങ്ങളിലും പരാജയം. കാരണം ആഖിറത്തിലല്ലല്ലോ നമ്മുടെ ജീവിതം കണക്കാക്കുന്നത്. ജീവിതം ദുന്യാവിൽ വെച്ചുകൊണ്ടിട്ട് ഹൈറായ സാലിഹായ അമല്, അതോടുകൂടെ എന്ത് ചെയ്തു? മരണത്തോടുകൂടെ അത് മുറിഞ്ഞുപോയി. പിന്നെ അമൽ ചെയ്യാനുള്ള ചാൻസുകളില്ല. അള്ള കൊടുത്ത ചാൻസ് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ഒരു ചാൻസ് കിട്ടണ്ടേ? അത് അള്ള തരൂല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാകുന്നു. റബ്ബിർജിഊനി ലഅല്ലി അഅമലു സാലിഹാ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. കല്ലാ, മടക്കുന്ന പരിപാടിയേ ഇല്ല. നിന്റെ സമയം കഴിഞ്ഞുപോയി. നിന്റെ തീരുമാനം എന്റെ തീരുമാനമാവുന്ന ടൈം കഴിഞ്ഞുപോയി. ഇനി മടങ്ങുന്ന പ്രശ്നം അവിടെ ഇല്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ റബ്ബി ർജിഊനി ലഅല്ലി അഅമലു സാലിഹാ. അല്ലാഹുവേ, അല്പസമയം എനിക്ക് തന്നാല് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ദോഷമായ പ്രവർത്തനത്തിന് പകരമായി ഞാനൊന്ന് നന്നായിക്കൊള്ള തമ്പുരാനെ, ഞാനൊരു നല്ല റൂട്ടിൽ സഞ്ചരിച്ചു കൊള്ളാ എന്ന് ആവശ്യപ്പെടുന്ന വാക്ക് എല്ലാവരും പറയും. അല്ല പറയാണ് ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അത് എല്ലാവരും പറയുന്നൊരു വാക്കാണ്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത്? വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. എന്ത് സംഭവിക്കും? ചില ആളുകളൊക്കെ പറയാറുണ്ടാവില്ല, വളരെ രോഗമായി കിടക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് നടക്കാൻ കഴിയാണ്, പള്ളിയിൽ പോയിട്ട് ഒന്ന് ജുമാക്ക് കൂടായിരുന്നു, എനിക്ക് ജമാഅത്തിലൊക്കെ പങ്കെടുക്കായിരുന്നു, മുസ്ലിയരെ ഉസ്താദെ ഒന്ന് നിങ്ങൾ ദ്വാരക്കി ഒന്ന് നേർച്ചയാക്കണം നിങ്ങൾ. അങ്ങനെ ആരോക്കോ ദ്വാരുന്നു. സാലിഹ്യങ്ങളുടെ ദ്വാന്റെ ഫലമായിക്കൊണ്ട് ആ മനുഷ്യന് ആഫിയത്ത് കിട്ടി, ആരോഗ്യം കിട്ടിയാല് ആ മനുഷ്യൻ പള്ളിയിൽ വരുമോ, നിസ്കരിക്കുമോ, അവ നല്ല അങ്ങോട്ട് പോകുമോ? ഇല്ല. പഴയ മാർഗത്തിലൂടെ തന്നെയാണ് പിന്നെയും സഞ്ചാരമുള്ളത്. അന്വേഷിക്കുമ്പോൾ പറയുന്നു ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അതിൽ ആ ഒരുക്കത്തിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. പക്ഷേ എവിടേക്കെത്താനാ? എത്രയോ നന്ദി കെട്ടതായ ആളുകൾ. അതുകൊണ്ട് അള്ളാഹു തന്ന ആഫിയത്തുകൾ, മാലിയും മദനിയുമായ ആഫിയത്താകുന്ന ഈ സമയങ്ങളിൽ പരിശുദ്ധമായി ഒരു കർമ്മത്തിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് മഹാനായിരിക്കുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഇത് വലിയൊരു വിഷയമാണ്.
അപ്പൊ കബൂൽ എന്ന് പറയപ്പെടുന്ന ഈ സംഗതി അള്ളാഹു സ്വീകരിക്കൽ അവന്റെ ഇഷ്ടമാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാനാ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നല്ല മനുഷ്യന്മാർ സജ്ജനങ്ങളായിരിക്കുന്ന ആളുകളിൽ നിന്ന് നന്മ ചെയ്ത ആളുകൾ, നന്മ എന്നതിന് പറയണമെങ്കിൽ എന്താവണം? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? പൂർണ്ണമാവണം. അപ്പോഴല്ലേ നന്മ എന്ന് പറയുകയുള്ളൂ. നിസ്കരിച്ചാൽ അത് നല്ലതാവുകയില്ല. എങ്ങനത്തെ നിസ്കാരം? പരിശുദ്ധമായ ഖുർആനിൽ 2 നിസ്കാരം പറഞ്ഞു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭയഭക്തിയുള്ളതായിരിക്കുന്ന നമസ്കാരക്കാർ വിജയിച്ചു പോയി. ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് നിസ്കരിക്കുന്ന മുസ്ലിമായ ആണുപെണ്ണ് രക്ഷപ്പെട്ടു പോയി. രണ്ടാമത്തെ നിസ്കാരത്തിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ ഭയമില്ലാത്ത, നിസ്കരിക്കുന്ന ആളുകൾ, നിസ്കാരത്തിനെ പറ്റി ശ്രദ്ധയില്ലാത്തവരെ അവർ പരാജയപ്പെട്ടു പോയി. അവർ എല്ലാവിധത്തിലുള്ള അദാബിനും വിധേയമായി അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ചിന്തിച്ചു നോക്കാം. ഞാനും നിങ്ങളും കൈകെട്ടിയിട്ട് സലാമിട്ടുന്നതിൻ്റെ ഉള്ളിലായി അള്ളാഹുവിനെ ഭയപ്പെടുന്നതായ വല്ല സാഹചര്യമുള്ളവർ എത്രയുണ്ട്? എന്റെ കാര്യം പരിതാപകരമാണെന്ന് എനിക്കറിയാമല്ല സുഹൃത്തുക്കളെ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെ വിജയത്തിലേക്ക് എത്തുമോ? പരാജയമല്ലേ പിന്നെ അവിടെ സംഭവിക്കുന്നത്? അപ്പൊ അള്ളാഹ് സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആളുകൾ അവർ വിജയിച്ചതായിരിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് അമല ചെയ്യുന്ന ആളുകളാണ്. അതാണ് അള്ളാഹു സ്വീകരിക്കുക. അതാര് ചെയ്തു? അത് അള്ളാഹു കബൂലാക്കും. അപ്പൊ ഹജ്ജ് കർമ്മത്തിലേക്കാണല്ലോ ഇപ്പൊ നമ്മൾ പോകുന്നത്. ഹജ്ജ് മഖബൂലാവുക എന്നതിന് 3 നിബന്ധനകൾ അള്ളാഹു തആല വെച്ചിരിക്കുന്നു എന്റെ ഖുർആൻ മുഖേന. ആ 3 നിബന്ധനകൾ പൂർണ്ണമാവണം. ഒരുപാടുണ്ടെങ്കിലും അതിന്റെ പ്രധാനമായ 3 പോയിന്റുകളാണ്. ആ 3 പോയിന്റുകൾ ഉൾക്കൊണ്ടതായ മനുഷ്യനെ കബൂലാവുകയുള്ളൂ. മബ്റൂറാക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാവണം. മബ്റൂറാവുന്ന സ്വഭാവത്തിലേക്ക് ആവശ്യമായ നേരത്തെ ചിന്തിച്ചിരിക്കേണ്ടതായ 29 കാര്യങ്ങളുടെ തുടക്കത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ കബൂൽ വൽ കബൂല് ഇൻദല്ലാഹ് വൽ കബൂല് മിനല്ലാഹ്. കബൂൽ അള്ളാഹുവിൻ്റെതാണ്. അതിനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ അള്ളാഹിനോട് ദുആർക്കാണ്, പടച്ചോനെ റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത പ്രവർത്തനം അത് നിന്റെ കൽപ്പന പ്രകാരം തന്നെ. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരാണല്ലോ. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത അല്ലാതെ വേറെ ഒരു ലോകമാനത്തിന്റെ ചിന്ത അവർക്കുണ്ടാകാൻ പാടുള്ള ഒരു മാസൂമുകളാണല്ലോ. എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ടും അള്ളാഹിനോട് ആവശ്യപ്പെടുന്ന, പടച്ചോനെ നീ കബൂലാക്കിയില്ല എങ്കിൽ വളരെ വേദനാജനകമാണ്. പരിശുദ്ധമായ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു വലിയതായ സംഭവത്തിന്റെ മധ്യത്തിലായിട്ട് പറയുകയുണ്ടായി. എന്താണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറയുന്നത്? ഖാല റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദിയ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. ലോകം അടക്കി ഭരിച്ച 4 രാജാക്കന്മാരിൽ ഒന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞുപോയി. ആ രാജാവ് ഏതാ? ഇന്നലത്തെ രാജാവ്, ഇന്നലെ പറഞ്ഞ രാജാവ് നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അത്ഭുതകരമായ ഒറ്റ സംഭവങ്ങളൊക്കെ നിങ്ങൾ മറന്നാ പിന്നില്ലെന്ന് മറന്നുപോകും. രണ്ടാമത്തെ മുസ്ലിമായിരിക്കുന്ന ഒരു മഹാരാജാവാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. എല്ലാം ഉണ്ട്, ലോകം മുഴുവനും അദ്ദേഹം അടക്കി ഭരിച്ചു. പല അത്ഭുതകരമായ സംഭവങ്ങളുമുണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന സംഭവത്തില് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അദ്ദേഹം അല്പസമയത്തിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ജിന്നുവർഗം പറഞ്ഞു, ഞങ്ങൾ മണിക്കൂറുകളെ കൊണ്ട് 6 മണിക്കൂർ 8 മണിക്കൂറിനുള്ളിൽ എത്തിക്കാം. 2 മാസത്തെ വഴിദൂരമുള്ള യമനിന്റെ അതിർത്തിയിലുള്ളതായിരിക്കുന്ന ലാസ്റ്റിലുള്ള സബ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഞങ്ങളത് ഇങ്ങോട്ട് എത്തിച്ചേരാൻ 2 മാസത്തെ ദൂരമുണ്ട്, ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതൊന്നും പറ്റുകയില്ല, അതിനേക്കാൾ വേഗം ഇവിടെ എത്തണം. 2 മാസത്തെ വഴിദൂരത്തിൽ നിന്ന് 6 മണിക്കൂർ കൊണ്ട് എത്താൻ പറയുമ്പോൾ അതൊന്നും പറ്റുകയില്ല. അപ്പോ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കാലല്ലതി എന്തോ ഇൽമും മിനൽ കിതാബി അനാതീക ബിഹി ഖബല യർതദയിലേക്ക് തർഹുക. നിങ്ങൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, മഹാരാജാവേ, നിങ്ങൾ കണ്ണുവെട്ടി മെഴിക്കുന്നതിന്റെ മുമ്പായി, നിങ്ങളൊരു വിഷയത്തിലേക്ക് ഒരാളുടെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് മറിഞ്ഞു നോക്കുന്നതിന്റെ മുമ്പായി ഞാനതിവിടെ എത്തിക്കാം. മണിക്കൂറുകളൊന്നും എനിക്ക് ആവശ്യമില്ല, മിനിറ്റുകളും എനിക്ക് ആവശ്യമില്ല, വെറും സെക്കൻഡുകളെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് എത്തിക്കാമെന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ സുലൈമാൻ നബി അത്ര ശ്രദ്ധിച്ചില്ല. എങ്കിലും ആ അനുമതിയോടുകൂടെ പെട്ടെന്ന് കൊണ്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരു പ്രശ്നത്തിലേക്ക് ശ്രദ്ധിച്ചു. ആ ശ്രദ്ധ ഇങ്ങോട്ട് മടങ്ങി വന്നപ്പോഴേക്കും അതാ ഫലമ്മാറാഹു മുസ്തഖിറാ പടച്ചോനെ എന്തൊരു അത്ഭുതമാണ് ഈ കാണുന്നത്. മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അത്ഭുതം കണ്ടിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെയുള്ളതായ സംഭവത്തും ഒരുപാട് സുലൈമാൻ നബിയുടെ കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെയുള്ളതായിരിക്കുന്ന നംലുകൾ എന്ന് പറയപ്പെടുന്ന ഉറുമ്പിൻ്റെതായ ഒരു വർഗം താമസിക്കുന്ന
ഒരു ഭാഗത്തേക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചെന്നു. ഉറുമ്പുകള് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വരുന്ന 1 മാസത്തെ വഴി ദൂരം അപ്പുറത്ത് നിന്ന് സുലൈമാൻ നബിയും കുറെ ആളുകളും കൂടി കഅബ തവാഫ് ചെയ്തുകൊണ്ടിട്ട് അവർ സ്വന്തമായ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഏകദേശം ഈ ഉറുമ്പ് താമസിക്കുന്ന നാട്ടിലേക്ക് 1 മാസം കൂടി കഴിഞ്ഞ് എത്തുകയുള്ളൂ. ഇതുപോലുള്ള സഞ്ചാരങ്ങളൊന്നും അല്ല, വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് സഞ്ചരിക്കുക. കാറ്റ് എന്ന് പറയപ്പെടുന്ന പ്ലെയിനേക്കാൾ ശക്തിയുള്ള വാഹനം അല്ലാഹു വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. സുലൈമാൻ നബിന്റെ വരവിന്റെ വാസന, പ്രവാചകന്മാര് അവരുടെ പ്രകാശത്തിൻ്റെതായിരിക്കുന്ന വാസനകള് അതാ 1 മാസത്തെ അപ്പുറത്തും എന്ത് ചെയ്തു, ഈ ഉറുമ്പുകൾ ശ്വസിച്ചു. ഉറുമ്പിന് പൊതുവേ ശ്വസിക്കാനുള്ള കഴിവുകൾ കൂടുതലാണല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വല്ല തേനോ അല്ലെങ്കിൽ മധുരമുള്ള സാധനമൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഉറുമ്പൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ എവിടുന്നാ ഈ ഉറുമ്പ് അന്വേഷിച്ച് വന്നറിയില്ല. എന്തെങ്കിലും വല്ല തേങ്ങയുടെ പീര അതുപോലെ മെഴുക്കോ കൊഴുപ്പുള്ള സാധനമൊക്കെ ഉണ്ടാകുമ്പോൾ എവിടെന്നെങ്കിലും ഉറുമ്പ് ഇവിടെ എത്തും. നമ്മൾ ഒരു അറിയിപ്പോടെ കൊടുക്കേണ്ട, അത്ര വലിയ വാസന ശക്തിയില്ല. 1 മാസത്തെ അപ്പുറത്തുനിന്ന് കേട്ടപ്പോ ഉറുമ്പിന്റെ റാണിയായിരിക്കുന്ന ഉറുമ്പ് പറഞ്ഞു, യാ അയ്യുഹന്നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഉറുമ്പുകളെ, അനുയായികളെ, എന്റെ പ്രജകളെ, നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും മറവിലേക്ക് പോയിട്ട് വല്ല മാളങ്ങളിൽ നിങ്ങൾ ഒളിച്ചിരിക്കണം. നിങ്ങൾ മറയണം, നിങ്ങൾ വഴിവിടണം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമും പരിവാരങ്ങളും നടന്നു വരാൻ പോവുകയാണ്. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു. സുലൈമാൻ നബിയും പാർട്ടിയും വരാനുണ്ട്. അവർ നിങ്ങളെ ചവിട്ടുമല കാലിലടി നിങ്ങൾ പെട്ടു. ഉറുമ്പ് കാലിലടിപ്പെട്ടാൽ പിന്നത്തെ അവസ്ഥ പറയാനില്ലല്ലോ. ഉറുമ്പ് എന്ന് പറയപ്പെടുന്നത് എത്ര വലുതായാലും അതിന്റെ വലുപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരുടെ കാലിലടിയിൽപ്പെട്ട് നിങ്ങൾ ചതഞ്ഞ് നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് നാശമായി പോകും. ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തരാണ്. വലിയ ഉറുമ്പുകൾ പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഏകദേശം അവിടെ എത്തിയപ്പോൾ ഈ ഉറുമ്പിന്റെ സൗണ്ടുകളൊക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അത്ഭുതകരമായ സംഭവങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷികളുടെ ശബ്ദങ്ങൾ മുഴുവനും മനസ്സിലാക്കാനുള്ള കഴിവ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനും ഉള്ള പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറുമ്പിനോട് ചോദിച്ചു, അല്ല, എന്താണ് ഈ കേൾക്കുന്നത്? ഞങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്ന ഞങ്ങള് പാപികളായ നിരപരാധികളാകുന്ന സാധുക്കളായ ചെറിയതായ പ്രാണികളാകുന്ന ഉറുമ്പുകളെ ചവിട്ടി നശിപ്പിക്കാൻ വേണ്ടി ആക്രമിക്കാനാണോ ഈ നാട്ടിലൂടെ വരുന്നത്? എന്താണ് നിന്റെ അനുയായികൾക്ക് നീ നിർദ്ദേശം കൊടുക്കുന്നതെന്ന് ഗൗരവമായി ഉറുമ്പിനോട് ചോദിച്ചപ്പോൾ ഉറുമ്പിന്റെ ഭാഷയിലായിക്കൊണ്ട് പ്രവാചകന് മനസ്സിലാകുന്നത് ആ രൂപത്തിലതാ ആ ഉറുമ്പ് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ പറഞ്ഞ വാക്കുകൾ ഇവിടുന്ന് ശ്രദ്ധിച്ചില്ലേ? എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ലാ യഹ്തിമന്നകും സുലൈമാനു ജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. അവരറിയാതെ ചവിട്ടുമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അറിയാതെ ആർക്കുമെന്നും സംഭവിച്ചുകൂടെ? നിങ്ങൾ അറിഞ്ഞാൽ ചെയ്തതന്നല്ലേ അക്രമം എന്ന് പറയുള്ളൂ. അങ്ങനെ ഈ ഉറുമ്പിന്റെ അത്ഭുതകരമായ മറുപടി കേട്ടപ്പോൾ ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ